നമസ്കാരം. സൂപ്പർ പ്രൈം ടൈം ആരംഭിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മുഴുവൻ വിവരങ്ങളും മുദ്രവെച്ച കവറിൽ ഹാജരാക്കണം എന്ന് ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. ഉന്നയിച്ചിരിക്കുന്നത് ഗുരുതരമായ പ്രശ്നങ്ങളാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. വനിതാ കമ്മീഷനെ ഈ കേസിൽ കോടതി കക്ഷിയാക്കിയിട്ടുണ്ട്. കേസ് വേണമോ ഇല്ലയോ, ഒരു കൊഗ്നിസിബിൾ ഒഫൻസ് വെളിപ്പെട്ടാൽ എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളിൽ കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത് എന്നുകൂടി ഇന്ന് കേരള ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. കേസ് അനിവാര്യമോ? പീഡന ആരോപണങ്ങൾ കേസാകുമോ? സർക്കാരിന് ഇനി ഒഴിയാനാകുമോ? ഈ കോടതി നടപടി ക്ഷണിച്ചു വരുത്തിയതാണോ? ഈ ചർച്ചയിൽ ശ്രീമതി ഉഷ ഹസീന നടിയാണ്. 90കളിലെ മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായിരുന്നു ഉഷ. ആലപ്പുഴയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. ഒപ്പം WCCയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീമതി ദീദി ദാമോദരനാണ് ചർച്ചയിൽ പങ്കെടുക്കുക. ഈ വിഷയത്തിന്റെ നിയമവശങ്ങൾ വിശദീകരിക്കാനായി അഡ്വക്കേറ്റ് MR അഭിലാഷ് ഡൽഹിയിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. CPIM-നെ പ്രതിനിധീകരിച്ച് ജെയ്ക്സി തോമസ് ആണ് ചർച്ചയിൽ പങ്കെടുക്കുക. രാജു P. നായർ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കും. ഒപ്പം നിരീക്ഷകനായി രാഹുൽ ഈശ്വറും ചർച്ചയിൽ പങ്കുചേരുന്നു. ചർച്ച ആരംഭിക്കുകയാണ്. ആദ്യം ശ്രീമതി ഉഷ, താങ്കൾ നേരത്തെ ഉച്ചയ്ക്ക് ശേഷം താങ്കളുടെ സിനിമാ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വേദനാജനകമായ ചില അനുഭവങ്ങൾ പറഞ്ഞു. ഒരു സംവിധായകൻ മുറിയിലേക്ക് ക്ഷണിച്ചതും അച്ഛൻ്റെ കൂടെ അവിടെ പോയതും പിന്നീട് ആ സംവിധായകൻ മോശമായി പെരുമാറിയപ്പോൾ ചെരുപ്പൂരി തല്ലാൻ പോയതുമൊക്കെ, അത്തരം കാര്യങ്ങൾ നിരന്തരമായി സിനിമയിൽ ഉണ്ടാവുന്നുണ്ട് എന്നാണ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇത്തരം കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരേണ്ടതാണ് എന്ന് ഉഷയ്ക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. അതുതന്നെയാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്. അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. മുൻകാലങ്ങളിലൊക്കെ മൊത്തം സിനിമ ഇൻഡസ്ട്രി മോശമാണെന്നാണ് പറയുന്നത്. മുൻകാലങ്ങളിലൊക്കെ ഇതുപോലെയൊക്കെ അനുഭവം ഉണ്ടായാൽ ഇപ്പൊ ഈ ഒരു പറഞ്ഞോളൂ. അല്ല, മൊത്തം സിനിമ ഇൻഡസ്ട്രി മുഴുവനും മോശമാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ചില ആൾക്കാരുടെ കുറച്ച് ആൾക്കാരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള നല്ല മാനവും മര്യാദയായിട്ട് സിനിമ ചെയ്യുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നല്ലവരായിട്ടുള്ള കുറേ പേരുണ്ട്. അവർക്കും കൂടെ മോശം വരുന്ന കാര്യമാണിപ്പോൾ മൊത്തം അടച്ച് ഇൻഡസ്ട്രിയെ മോശമാക്കി പറയുന്നത്. അത് മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ തെറ്റ് ചെയ്ത ആൾക്കാർ ആരാണെന്നുള്ളത് അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. മാതൃകാപരമായ ശിക്ഷ അവർക്ക് കൊടുക്കണം. അപ്പോൾ മാത്രമേ ഇനിയുള്ള തലമുറയിലെ പെൺകുട്ടികൾക്കെങ്കിലും ധൈര്യപൂർവ്വം സുരക്ഷിതരായി മാന്യമായി ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. ഇപ്പോൾ ഉഷ ജോലി ചെയ്യുന്ന സമയത്ത് ആകെ ഈ ഒരു സംവിധായകൻ്റെ ഭാഗത്തു നിന്നുള്ള മോശം അനുഭവം ഒഴിച്ചാൽ ബാക്കി നടന്മാരും സംവിധായകരും പ്രൊഡ്യൂസർമാരും മറ്റാളുകളുമൊക്കെ മാന്യമായിട്ട് തന്നെ ആയിരിക്കുമല്ലോ പെരുമാറിയിട്ടുണ്ടാവുക. അങ്ങനെ ഒരുപാട് പേർ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ ഈ അക്രമികളുടെ പേരും അതുപോലെ തന്നെ ആരാണിത് ചെയ്തത് എന്ന കാര്യവും പുറത്തു വരിക, അത് ഈ സർവൈവർമാരുടെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ പുറത്തു വരിക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമായി തോന്നുന്നുണ്ടോ? ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പുറത്തു വന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പകുതിയിലധികം അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മറച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ ഹൈക്കോടതി ഈ റിപ്പോർട്ട് പൂർണ്ണമായും മറയ്ക്കാത്ത വിധത്തിൽ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കുറ്റം ഇക്കാര്യത്തിൽ കണ്ടിട്ടുണ്ട് എങ്കിൽ നടപടി എടുക്കേണ്ടതുണ്ട് എന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയെ നല്ലതാക്കാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടാണെങ്കിലും ഉണ്ടായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഇപ്പോഴുള്ള ഈ ഒരു പശ്ചാത്തലത്തിൽ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഉഷ? നടപടി ഉണ്ടാകണമല്ലോ. ഇത്രയും വലിയൊരു കമ്മിറ്റി നമ്മുടെ സർക്കാർ ഹേമ കമ്മിറ്റി ഇത്രയും വിശ്വാസപൂർവ്വം അവരെ ഈ ഒരു അന്വേഷിച്ച് ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കണമെന്ന് പറഞ്ഞത് തന്നെ വലിയ കാര്യമാണ്. അത് ഞാൻ നമ്മുടെ സർക്കാരിനെ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ആ റിപ്പോർട്ട് അനുസരിച്ച് ഇവിടെ കുറ്റം നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ പറയപ്പെടുന്ന എല്ലാ ചൂഷണങ്ങളും നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ചാനലിൽ പറഞ്ഞതുപോലെ തന്നെ ശാരദാ മാം പോലും പറഞ്ഞിരിക്കുന്നത് അവരഭിനയിച്ചുകൊണ്ടിരുന്ന കാലം മുതൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണങ്ങൾ അതിപ്പോഴും തുടരുന്നു, അത് വേദനാജനകമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനൊരു അവസാനം വേണ്ടേ?
അത് അവസാനത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ ഒരു കമ്മിറ്റി പഠന റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചത്. ആ കമ്മിറ്റി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ തന്നെ ഇത് നടന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അവസാനിക്കണ്ടേ? ഈ ചൂഷണവും ഇത്തരം ക്രൂരകൃത്യങ്ങളും അവസാനിക്കണമെന്നുണ്ടെങ്കിൽ അവരെ ശിക്ഷ പിന്നെ തെറ്റ് ചെയ്തവരെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരണം, അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും. അവിടെ ശ്രീമതി ദീദി ദാമോദരൻ, ഇന്നിപ്പോൾ ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നതും ഈ കാര്യം തന്നെയാണ്. ഈ അതിജീവിതരായിട്ടുള്ള ആളുകളുടെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ കുറ്റവാളികളെ ശിക്ഷിക്കാൻ സാധ്യതയില്ലേ? ഒരു കൊഗ്നിസിബിൾ ഒഫൻസ് നടന്നിട്ടുണ്ടോ എന്ന കാര്യം കോടതി പരിഗണിക്കുന്നു, പരിശോധിക്കുന്നു എന്നാണ് റിപ്പോർട്ട് വിളിച്ചു വരുത്തിക്കൊണ്ട് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ നേരത്തെ സർക്കാർ വിശദീകരിച്ചിരിക്കുന്നത് പോലെ കൂടുതൽ മെച്ചപ്പെടാനുള്ള കോൺക്ലേവോ അതല്ലെങ്കിൽ അതുപോലെയുള്ള ആലോചനകളോ നടത്തും എന്നുള്ളതിനപ്പുറത്ത് ഇപ്പോൾ വെളിവായിരിക്കുന്ന ഈ കാര്യങ്ങളിൽ ആക്ഷൻ ഉണ്ടാകുമെന്നൊരു സൂചന ഹൈക്കോടതി നൽകുമ്പോൾ എന്ത് തോന്നുന്നു? അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാനുള്ള നിയമപരിജ്ഞാനമൊന്നും എനിക്കില്ല. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവിടെ മൊഴി കൊടുത്ത സ്ത്രീകളോടൊപ്പമാണ്, പ്രത്യേകിച്ച് WCC അംഗം എന്ന നിലയ്ക്ക് ഞാൻ നിൽക്കേണ്ടത്. അത് അവരുടെ പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അത് അവസാനം വരെയും നമ്മൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്തു. ഇതൊരു ഔദാര്യമോ പെട്ടെന്ന് ഒരു കോടതി പറഞ്ഞിട്ട് ഇവരുടെയൊക്കെ അവരുടെ പ്രൈവസിയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നൊന്നും ഇല്ല. അത് ഈ നാട്ടിലെ ലോ അതാണ്, അതനുസരിച്ച് തന്നെയാണ് അത് ചെയ്യേണ്ടതും. പിന്നെ അതിലാകെ ഉണ്ടായത് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും നമ്മളെ മെമ്മറി ഭയങ്കര ട്രാൻസിയൻ്റ് ആണ്, ഷോർട്ട് ലിവിങ് ആണെന്ന് തോന്നുന്നു. കാരണം അഭിലാഷിന് ഓർമ്മയുണ്ടോയെന്ന് അറിഞ്ഞൂടെ, കുറച്ച് മുമ്പ് ഈ റിപ്പോർട്ട് സർക്കാർ തന്നെ ഒരു സ്മോൾ കമ്മിറ്റി ഉണ്ടാക്കുകയും ആ സ്മോൾ കമ്മിറ്റി അത് വായിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് റെക്കമെൻഡേഷൻസ് ഒക്കെ അവരതിൻ്റെ അകത്ത് എക്സ്ട്രാക്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അന്നും നമ്മൾ ഈ വിക്ടിംസിൻ്റെ പ്രൈവസിയെ പറ്റി കാര്യമായിട്ട് റേസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഉള്ള ഈ സാഹചര്യത്തിൽ മെമ്മറി കാർഡ് ലീക്കാവുന്നതും ഒക്കെയുള്ള സാഹചര്യത്തിൽ ചില അപ്രിഹെൻഷൻസ് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ട്. കാരണം വേണ്ടി മൊഴി നൽകിയ ആളുകളുടെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ മൊഴി നൽകിയ ആളുകളുടെ പേരോ തിരിച്ചറിയാവുന്ന വിവരങ്ങളോ ഈ മൊഴികളിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഇൻ ക്യാമറ പ്രൊസീഡിങ്സുമാണ് നടന്നത്. അങ്ങനെ ഒരു പ്രൈവസിയുടെ പ്രശ്നം അവിടെ വരുമോ? പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്നത് ഈ സെലിബ്രേഷൻ ഓഫ് ഒരു വോയറിസമാണ്. വോയറിസം എന്ന് വെച്ചാൽ കലക്റ്റീവായിട്ടുള്ള വോയറിസമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലെ മറ്റ് ടേംസ് ഓഫ് റെഫറൻസ് ഒന്നും ചർച്ചയിൽ പോലും വരുന്നില്ല. നമ്മളെല്ലാവരും സീറോ ഇൻ ചെയ്യുന്നത് ഈ ആരെ പറ്റി എന്ത് പറഞ്ഞു, എന്തൊക്കെ ഇവിടെ സംഭവിച്ചു, അതിൽ കുറ്റം പറയാനുമില്ല. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ വോയറിസത്തിൻ്റെ കലയാണ്. അതിൽ നിന്നും പുറത്തു വരുന്നതിൽ ഇത്ര അധികം വോയറിസ്റ്റിക് ആയിട്ട് ആൾക്കാർ നോക്കുന്നത് കാണുമ്പം നമുക്ക് അങ്കലാപ്പുണ്ട്. കാരണം പലരും അവരുടെ ജീവിതമാണ് അവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് അവരൊക്കെ എഫക്റ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ള തോന്നലുകൾ അതൊക്കെ നമുക്കുണ്ട്. പക്ഷേ ഇതാണ് നിയമം അനുശാസിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ വഴങ്ങി കൊടുക്കുകയും വേണം. പക്ഷേ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മൊഴി കൊടുത്ത എല്ലാവരുടെയും കൺസേൺ ഇപ്പോഴും അവരുടെ പേരുകൾ പുറത്തു വരുന്നതിനെ പറ്റിയാണ്. അത് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ വരുന്നതെങ്കിൽ വളരെ സ്വീകാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. കുറ്റം ചെയ്ത ആൾക്കാർ നിർബന്ധമായിട്ടും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. സിനിമയിൽ പ്രത്യേകിച്ച് ഇനിയൊരു നയരൂപീകരണത്തിന് കോൺക്ലേവ് ഉണ്ടാവുന്ന കാര്യമൊക്കെ പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നത്, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു തൊഴിലിടത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന നിയമം സിനിമയ്ക്കും ബാധകമാണ് എന്ന് മാത്രമേ ആക്ച്വലി ഇതിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ളൂ. അത് സിനിമ അതിനതീതമായിട്ട് ജീവിക്കുകയായിരുന്നു, എക്സിസ്റ്റ് ചെയ്യായിരുന്നു. അങ്ങനെ അല്ല. സിനിമയും നിയമാനുസൃതമായിട്ട് മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതാണല്ലോ അതിൻ്റെ പ്രാരംഭമായിട്ട് ചെയ്യേണ്ട കാര്യം. അത് കഴിഞ്ഞിട്ടാണല്ലോ ഇനി സിനിമ പോളിസിയൊക്കെ ഉണ്ടാക്കേണ്ടത്. ആദ്യം ഈ 4.5 കൊല്ലവും സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് അത് തന്നെയായിരുന്നു. അടുത്ത ഒരു ക്രൈം ആ സീനിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ജാഗ്രത
ഈ റിപ്പോർട്ട് കണ്ട അധികാരികൾക്ക് ഇല്ലാതെ പോയത് എന്താണ് എന്നത് വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. 4.5 വർഷം ജസ്റ്റിസ് ഹേമ പറഞ്ഞത് ഇത് പബ്ലിക് ഡൊമൈനിലേക്ക് ഈ ഡീറ്റെയിൽസ് അവൈലബിൾ ആവരുത് എന്ന് മാത്രമാണ്. അതിൻ്റെ അർത്ഥം അതിന് മേലെ ആക്ട് ചെയ്യരുത് എന്നല്ല. ആക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ നേരത്തെ പറഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുമ്പ് അത് മുഴുവൻ വായിച്ചിട്ട് ഒരു സ്മോൾ കമ്മിറ്റി കൊണ്ട് റെക്കമെൻഡേഷൻസ് എഴുതി ഉണ്ടാക്കാമെന്ന് പറയുകയും ഇതുപോലെ ചാനലുകളിൽ വന്നിരുന്നിട്ട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ പ്രൈവസി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, എല്ലാ അവിടെ മൊഴി കൊടുത്ത സ്ത്രീകൾക്കും അത് വലിയ കൺസേൺ ആണ് എന്നൊക്കെ ചാനൽ ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അറിയാമായിരുന്നു, സർക്കാരിന് അറിയാമായിരുന്നു, ഈ റിപ്പോർട്ടിൻ്റെ കണ്ടന്റ് അറിയാമായിരുന്നെങ്കിൽ 4.5 വർഷവും ഇതേ കാര്യങ്ങൾ ആവർത്തിക്കാൻ നമ്മൾ അനുവദിച്ചു കൂടായിരുന്നു. അത് ഏറ്റവും ഏർലിയസ്റ്റ് പോയിന്റ് ഓഫ് ടൈമിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് വളരെ വിഷമകരമാണ്. തീർച്ചയായും. അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇഫ് എനി കോഗ്നിസബിൾ ഒഫൻസസ് ആർ ഡിസ്ക്ലോസ്ഡ് ടു ദ കമ്മിറ്റി വെദർ ക്രിമിനൽ ആക്ഷൻ ഈസ് നെസസറി ഓർ നോട്ട് വിൽ ഹാവ് ടു ബി ഡിസൈഡഡ് ബൈ ദിസ് കോർട്ട് എന്നാണ്. വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള സെക്ഷൽ അസോൾട്ട്സ് ഉണ്ടായിട്ടുണ്ട്, അതൊരു കോഗ്നിസബിൾ ഒഫൻസ് എന്നുള്ള നിലയിൽ അതോറിറ്റീസിന് മുമ്പിൽ വെളിപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വെളിപ്പെട്ടാൽ എന്ത് എന്നുള്ള കാര്യം കോടതി വളരെ ഗൗരവത്തോടു കൂടി പരിഗണിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ കേസുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? കേസുകൾ ഉണ്ടാകാനുള്ള സാധ്യത, കോടതി നിർദ്ദേശപ്രകാരം കേസെടുക്കുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയുവാനോ കഴിയില്ല. കാരണം വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. പക്ഷേ ബഹുമാനപ്പെട്ട കോടതി എല്ലാ വിഷയങ്ങളും പരിശോധിച്ചതിന് ശേഷം വളരെ മഹനീയമായിട്ടുള്ള ഒരു ബെഞ്ചാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇത് പരിശോധിക്കുന്നത്. യുക്തിസഹമായിട്ട് നേരത്തെ വളരെ പെർസ്വേസീവായിട്ടുള്ള രീതിയിൽ ശ്രീമതി ദീദി ദാമോദരൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ഇരകളുടെ കോൺഫിഡൻഷ്യാലിറ്റി, അവരുടെ പ്രൈവസി, അവരുടെ സുരക്ഷിതത്വം ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഏത് തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്, അതിനകത്ത് നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളൊന്നും അറിയില്ല. ഇപ്പോൾ ആ മൊഴി മുഴുവൻ, ഇപ്പോൾ റിപ്പോർട്ട് മുഴുവൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കരങ്ങളിലേക്കാണ് ചെല്ലുന്നത്. ഇതിൻ്റെ എല്ലാ ആസ്പെക്ട്സും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിശോധിച്ചതിന് ശേഷം ഇപ്പോൾ ജനറലി ആൾക്കാർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പരിശോധിച്ച ശേഷം യുക്തിസഹമായിട്ടൊരു തീരുമാനമെടുക്കും. കോഗ്നൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇത് പ്രോസിക്യൂട്ട് ചെയ്യാൻ ആൾ വേണം. ഇതിനകത്ത് കംപ്ലൈൻറ്റുമായിട്ട് വരാനും കോടതിയിൽ മൊഴി നൽകാനും ഒക്കെ സന്നദ്ധരായിട്ടുള്ള ആൾക്കാർ വേണം. ഈ സർക്കാർ പറയുന്ന ഒരു വേർഷൻ മാത്രമേ നമുക്കുള്ളൂ. ഇപ്പം ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കും, അല്ലെങ്കിൽ ഇതൊരു വിഷയമാക്കില്ല എന്ന രീതിയിൽ ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടോ എന്ന് സർക്കാർ പറയുന്നു. പക്ഷേ അത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമ്മിറ്റി റിപ്പോർട്ട് കോടതി പരിശോധിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു എപ്പൊളിറ്റിക്കലായിട്ടുള്ളൊരു വേർഷൻ, സത്യം എന്താണെന്ന് നമുക്ക് അറിയുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ സർക്കാർ കാണിച്ച കൺസേൺ യുക്തിരഹിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഫിഡൻഷ്യാലിറ്റിയും പ്രൈവസിയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ നാം ഒരു വളരെ ജനറലൈസ് ചെയ്തുകൊണ്ട് ഇത് പുറത്തേക്ക് വിടുക, നേരത്തെ ശ്രീമതി ദീദി ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു വോയറിസ്റ്റിക് ആയിട്ടുള്ള പേരുകൾ പുറത്തേക്ക് വിടുക എന്ന് പറഞ്ഞാൽ അത്തരത്തിലൊരു മോബ് എൻ്റർടൈൻമെൻ്റായിട്ട് ഇത് മാറരുത്. സബ്സ്റ്റാൻഷ്യലായിട്ട് ഇതിനകത്തൊരു ജസ്റ്റിസ് കൊടുക്കണം. ഈവൻ അഭിഭാഷകർ വരെയും ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താ ഈ പ്രൊസീഡിങ്സിനെ കുറിച്ച് പറയുന്നത് ഇത് ക്വസൈ ജുഡീഷ്യൽ അധികാരങ്ങളുള്ള, അതായത് അർദ്ധ ജുഡീഷ്യൽ അധികാരങ്ങളുള്ള ഒരു ബോഡിയാണ് ഹേമ കമ്മിറ്റി എന്നൊക്കെ ഈവൻ അഭിഭാഷകർ വരെയും പറയുന്നുണ്ട്. അങ്ങനെ ഒരു അധികാരവും ഇല്ല. ഹേമ കമ്മിറ്റി എന്ന് വെച്ചാൽ ഭരണതലത്തിൽ ഒരു പഠനം നടത്താൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കമ്മിറ്റിയാണ്. അതിനെ ശരിക്കും കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കമ്മിറ്റി ആയിരുന്നുവെങ്കിൽ സെക്ഷൻ 3 സബ്സെക്ഷൻ 4 പ്രകാരം കമ്മിറ്റിയുടെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കേരള നിയമനിർമ്മാണ സഭയുടെ തളത്തിൽ 6 മാസത്തിനുള്ളിൽ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് സഹിതം വെക്കേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടാകുമായിരുന്നു. ഇത് അങ്ങനെയൊന്നുമില്ല, അധികാരങ്ങളൊന്നുമില്ല. അതൊരു പഠന റിപ്പോർട്ട് എന്നുള്ള നിലയിൽ കൊടുത്തിരിക്കുന്ന ആ കമ്മിറ്റിയിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിന് ഇപ്പം നാഗരിക് സുരക്ഷാ സംഹിതയുടെ 181 വകുപ്പ് പ്രകാരം പോലീസിന് കൊടുക്കുന്ന മൊഴിയുടെ പ്രസക്തിയില്ല. അപ്പോൾ ഇത് കേസായിട്ട് മുൻപോട്ട് വരണമെന്നുണ്ടെങ്കിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം FIR രജിസ്റ്റർ ചെയ്യപ്പെടുകയാണെങ്കിൽ ഇരകളായിട്ടുള്ളവർ ആ ധൈര്യം കാണിക്കണം, പുറത്തു വന്ന് നടപടിയുമായി അന്വേഷണവുമായി സഹകരിക്കുവാനും നീതി അവർക്കും നാളെ ഈ ഫീൽഡിലേക്ക് വരുന്ന യുവ സഹോദരിമാർക്കും അമ്മമാർക്കും നീതി ഉറപ്പുവരുത്തുവാനുള്ള ധൈര്യം അവർ കാണിക്കണം. അപ്പോൾ അത് കോടതി എല്ലാ വിഷയങ്ങളും സമഗ്രമായി പരിശോധിച്ചതിന് ശേഷം ഒരു തീരുമാനം എടുക്കുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. സ്വാഗതാർഹമായി എന്നേക്കുമായി ഒരു മാറ്റം മലയാള സിനിമാ ഫീൽഡിൽ ഒരു ക്ലൻസിങ് ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ശ്രീ ജേക്സി തോമസ് സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ ഒരു അതോറിറ്റിയുടെ രൂപീകരണം, അതുപോലെ തന്നെ ട്രിബ്യൂണലിന്റെ രൂപീകരണം, പൊതു മാനദണ്ഡം കൊണ്ടുവരൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സർക്കാർ ആലോചിക്കും, കോൺക്ലേവ് നടത്തും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. ഇന്ന് ഹൈക്കോടതി വളരെ സ്പെസിഫിക് ആയി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം,
ഇരകളാക്കപ്പെട്ട ആളുകളുടെ സംരക്ഷണവും കുറ്റവാളികളെ എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യവും ഇത് സർക്കാർ ഇതുവരെയും അഡ്രസ്സ് ചെയ്തിട്ടില്ല. പക്ഷെ കോടതിക്ക് അത് അഡ്രസ്സ് ചെയ്തേ തീരൂ എന്ന് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറയുന്നു. അത് വളരെ കൃത്യമായും ഇങ്ങനെയാണ്: ഹൗ ടു പ്രൊട്ടക്ട് ദീസ് വിക്ടിംസ് ഓഫ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് വാട്ട് ആക്ഷൻ ക്യാൻ ബി ടേക്കൺ അഗെയിൻസ്റ്റ് ദി പെർപെട്രേറ്റേഴ്സ് ഓഫ് ക്രൈം ഈസ് സംതിങ് ദാറ്റ് ഈസ് കോർട്ട് റിക്വയർഡ് ടു അഡ്രസ്. കോടതി ഈ കാര്യം പരിഗണിക്കാൻ പോവുകയാണ്. സർക്കാർ അത് എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നുകൂടി സർക്കാരിന് പറയേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ഞാനതിന്റെ സമയമെടുത്തുള്ള വിശദീകരണത്തിലേക്ക് നിൽക്കുന്നില്ല. ആദരണീയനായ നിയമപണ്ഡിതൻ കൂടിയായിട്ടുള്ള നമ്മുടെ സഹപാനലിസ്റ്റ് സുപ്രീം കോടതി അഭിഭാഷകൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചു ഈ കമ്മിറ്റിയുടെ പ്രത്യേകതയെ സംബന്ധിച്ച്. അത് തന്നെയാണ് ഇവിടെയും പിൻ പോയിന്റ് ചെയ്ത് വിശദീകരിക്കപ്പെടേണ്ടത് എന്ന് തോന്നുന്നു. അങ്ങയുടെ അവസാന ഭാഗത്തെ ചോദ്യത്തിന് മറുപടിയായിട്ട് 952 നിലവിൽ വന്നിട്ടുള്ള കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ജുഡീഷ്യൽ സ്വഭാവത്തോടു കൂടിയുള്ള കമ്മിറ്റിയല്ല നമ്മളുടെ മുമ്പിൽ ഇപ്പോൾ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള ഹേമ കമ്മിറ്റി. അതിന് സിവിൽ കോടതിയുടെ അധികാരപരിധിയില്ല. ആ ആങ്കർ വായിച്ച് ഒരുപക്ഷെ അങ്ങേക്ക് അറിവുള്ളത് പോലെ പ്രേക്ഷകർ സമക്ഷം ഒന്നുകൂടെ നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ അഭിഭാഷക സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ 37ാം ഖണ്ഡിക അസന്നിഗ്ധമായി 2 സന്ദേഹങ്ങൾക്കുള്ള മറുപടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് we had avoided recording of the names and other details of the witnesses in their statements. The task given to the committee is to study and report the problems faced by women in cinema. അവിടെയാണ്, അതായത് അർത്ഥശങ്കകൾക്കിടയില്ലാത്തവണ്ണം കമ്മിറ്റിയുടെ 37ാം ഖണ്ഡിക സൂചിപ്പിക്കുന്നു, ഞങ്ങൾ ഡെലിബറേറ്റ്ലി ബോധപൂർവം ഈ വിഷയത്തിൽ ഞങ്ങളുടെ മുമ്പാകെ സാക്ഷി വിസ്താരം നടത്തിയിട്ടുള്ള, ഞങ്ങളുടെ മുമ്പാകെ മൊഴിപ്പകർപ്പ് നൽകിയിട്ടുള്ള മുഴുവൻ ഇത്തരത്തിലുള്ള ആളുകളുടെയും പേരുകൾ ബോധപൂർവം ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളിൽ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധിയും പ്രയാസങ്ങളെയും സ്ത്രീവിരുദ്ധമായ അനുഭവങ്ങളെയും സംബന്ധിച്ച് പഠിക്കുകയും അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകുകയുമാണ്. അവിടെയാണ് ആദരണീയനായ സുപ്രീം കോടതി അഭിഭാഷകൻ മുമ്പ് ചൂണ്ടിക്കാണിച്ച 952 കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് പ്രകാരമുള്ള ജുഡീഷ്യൽ സ്വഭാവത്തോടുകൂടെയുള്ള കമ്മിറ്റി അല്ല ഹേമ കമ്മിറ്റി എന്നും, ഹേമ കമ്മിറ്റി എന്താണെന്ന് നീതിന്യായ വ്യവസ്ഥയിൽ ദീർഘകാലം ന്യായാധിപ കൂടെയായി ജോലിയെടുത്തിട്ടുള്ള ആദരണീയായ ഹേമയ്ക്ക് നല്ല ബോധ്യമുണ്ട് എന്നുള്ളത് കൊണ്ടുമാണ് 37ാം ഖണ്ഡികയിൽ എന്തുകൊണ്ട് സർവൈവർ അല്ലെങ്കിൽ വിറ്റ്നസ് അല്ലെങ്കിൽ തങ്ങളുടെ മുമ്പാകെ ഇത്തരം അതൊരു തർക്ക വിഷയമല്ല. ഇത് ഈ റിപ്പോർട്ടിനെ കുറിച്ച് പ്രാഥമിക ജ്ഞാനമുള്ള ആളുകൾക്ക് അറിയാം. ഇതൊരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ല, മറിച്ച് സർക്കാർ രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയുടെ ശുപാർശകൾക്ക് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് എന്തെങ്കിലും കാര്യം ബാധ്യത സർക്കാരിനില്ല, ബൈൻഡിങ് അല്ല, ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതിൽ തർക്കമില്ല. തർക്കം എന്ന് പറയുന്നത് സർക്കാരിന് മുമ്പിൽ, ഒരു നിയമ സംവിധാനത്തിന് മുമ്പിൽ കുറേ കുറ്റകൃത്യങ്ങൾ വെളിപ്പെട്ടു. ആ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അതിൽ പരാതി ഉണ്ടോ, പരാതിപ്പെടാൻ ആരെങ്കിലും ഉദ്യമിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ ആരാഞ്ഞോ, അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം വെളിപ്പെട്ട വേളയിൽ എന്ത് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ തർക്ക വിഷയമായി ഉന്നയിക്കുന്നത്. അങ്ങനെയുള്ള കുറ്റകൃത്യത്തെ അഡ്രസ്സ് ചെയ്യണം എന്ന് കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയുമാണ്. അപ്പോൾ ഇത് റിപ്പോർട്ട് എന്ന് പറയുന്നത് ജുഡീഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടാണോ അല്ലയോ എന്നൊരു തർക്കമേ ഇല്ല. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസുകൾ എടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന ചോദ്യമാണ് അങ്ങയുടെ ചോദ്യത്തിലെ പ്രധാനപ്പെട്ട സന്ദേഹം. ആ സന്ദേഹത്തിന് നിയമപാണ്ഡിത്യം ഇല്ലാത്ത, എന്നാൽ നിയമപാണ്ഡിത്യമുള്ള നമ്മുടെ സഹപാനലിസ്റ്റ് പരിമിതികളോട് കൂടെയെങ്കിലും ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾക്കകത്ത് സർക്കാരിന് നേരിട്ട് കേസെടുക്കാൻ എന്തെങ്കിലും പരിമിതിയുണ്ടോ, എന്നാൽ നേരിട്ട് കേസെടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനെ സംബന്ധിച്ച് ഞാനൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. വെൻ, വേർ, ഹൗ ആൻഡ് ഹും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ പോലും ബലാത്സംഗ സ്വഭാവമുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടണമെങ്കിൽ നിർബന്ധമായും ഇന്നയോളമുള്ള സമീപകാലത്തെ നിയമ പരിജ്ഞാനം അല്ലെങ്കിൽ നിയമ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഉറപ്പായും ഒരു സർവൈവറും അതോടൊപ്പം തന്നെ ഒരു വേട്ടക്കാരനും ഉണ്ടായിട്ടുള്ള അനുഭവമാണ് നമ്മുടെ മുമ്പിൽ. ഇത്തരം അനുഭവം ഇല്ലാത്ത ഒരു കേസ് കോടതി മുമ്പാകെ വന്നാൽ അത് എത്രമാത്രം സ്റ്റാൻഡ് ചെയ്യപ്പെടും, അത് എത്ര കാലം മുമ്പോട്ടേക്ക് പോകും? ഞാൻ അതിന് ഏകപക്ഷീയമായി മറുപടി പറയുന്നില്ല. ആദരണീയനായ നിയമപണ്ഡിതൻ കൂടിയായ നമ്മുടെ സഹപാനലിസ്റ്റ് നമ്മുടെ ചർച്ചയിൽ ഇരിപ്പുണ്ടല്ലോ, അദ്ദേഹം മറുപടി പറയട്ടെ. പിന്നെ ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായിട്ടുള്ളത് അങ്ങേയറ്റം പ്രതീക്ഷാ നിർഭരമായ കാര്യങ്ങൾ തന്നെയാണ്. സുപ്രീം കോടതി പരിശോധിക്കട്ടെ, ഹൈക്കോടതി പരിശോധിക്കട്ടെ. ഹൈക്കോടതിയുടെ സമക്ഷത്തു നിന്നുള്ള ചില വാചകങ്ങളാണ് അങ്ങ് ചൂണ്ടിക്കാണിച്ചത്. ഹൈക്കോടതി പരിശോധിക്കട്ടെ. ഇത്തരത്തിൽ തീയിൽ വെച്ചിട്ടുള്ള വിഭജിക്കപ്പെടാതെ പൂർണ്ണമായും ലഭിക്കുന്ന ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഒരു വിശകലനം നടത്തി ഹൈക്കോടതി നിർദ്ദേശം നൽകുകയാണ്. ഇവിടെ ആർക്കാണ് പ്രതിസന്ധി, ഇവിടെ ആർക്കാണ് പോരായ്മ? നമ്മളുടെ മുമ്പാകെ ഇനിയിപ്പോ നിങ്ങൾ സൃഷ്ടിക്കുന്ന 2-3-4 ദിവസങ്ങളായി കേരളത്തിൽ പ്രതിപക്ഷവും ചില മുഖ്യധാര മാധ്യമങ്ങളും ചില മാധ്യമ പ്രവർത്തകരും മാത്രം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പൊതുബോധമുണ്ട്. ഈ റിപ്പോർട്ട് ബോധപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് കേസെടുക്കാൻ, ഉന്നതരെ രക്ഷിക്കാൻ കേരളത്തിലെ സർക്കാർ എന്തോ പ്രത്യേകതല ഏർപ്പാടുകൾ നടത്തുന്നു എന്നുള്ളത് അത്തരം ഒരു വ്യാഖ്യാനത്തിന് ശരിവെക്കുന്നതാണോ സമീപകാല കേരളത്തിന്റെ ചരിത്രം?
ഞാനിവിടെ സൂചിപ്പിച്ചു പല ആദരണീയ ദീദി ദാമോദരൻ പറഞ്ഞപ്പോൾ പ്രസക്തമായി തോന്നിയ ഒരു കാര്യം എന്താണ്, പലപ്പോഴും വിക്ടിമൈസ് ചെയ്യപ്പെടുന്നത് സർവൈവറായി പരാതി നൽകുവാൻ ആർജവത്തോടു കൂടെ മുമ്പോട്ടേക്ക് വരുന്ന ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരുമാവട്ടെ അവരാണ് പലപ്പോഴും വിക്ടിമൈസ് ചെയ്യപ്പെടുക. ഇന്നലെ ഈ ആങ്കറുമായി തന്നെ ആദരണീയായ പാർവതി തിരുവോത്ത് 22 മിനിറ്റോളം നടത്തിയ അഭിമുഖ സംഭാഷണം കാണുവാനൊരു അവസരം ലഭിക്കുകയുണ്ടായി. അതിൽ പലപ്പോഴും അവർ പറയപ്പെടുന്നതാണ് ഇന്റർനെറ്റ് ട്രോളിങ്ങിന് വിധേയമാക്കപ്പെടുന്നത്, സാമൂഹ്യ മാധ്യമങ്ങളിലെ സർവ്വസീമകളും ലംഘിക്കുന്ന പരിഹാസങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നത്, പലപ്പോഴും ഇത്തരത്തിൽ പരാതി നൽകുവാൻ ആർജവത്തോടുകൂടെ മുമ്പോട്ടേക്ക് വരുന്ന സർവൈവേഴ്സ് ആണ്. ഞാൻ അതുകൊണ്ട് സർവൈവേഴ്സിന് പൂർണ്ണമായി പേര് പറയുന്നില്ല. എന്നാൽ ആ സർവൈവർമാരെ ആ നിലയിലേക്ക് എത്തിച്ച പ്രതിപട്ടികയിൽ നിൽക്കുന്ന ആളുകളുടെ പേര് പറയാം. കഴിഞ്ഞ ഒരു 10-12 കുറച്ചധിക വർഷങ്ങൾക്കിടയിൽ 10-12 പേർ എത്രയോ ഉന്നത സ്ഥാനികർ പ്രതികളാക്കപ്പെട്ടു. ദിലീപ് എങ്ങനെയാണ് ജയിലിൽ കടന്നത്? എങ്ങനെയാണ് വിജയ് ബാബുവിനെതിരെ കേസ് ചുമക്കപ്പെട്ടത്? എങ്ങനെയാണ് സംവിധായകൻ ഒമർ ലല്ലു കേസിൽ പ്രതിയാക്കപ്പെട്ടത്? എങ്ങനെയാണ് പോക്സോ കേസിൽ ശ്രീജിത്ത് രവി പ്രതിയാക്കപ്പെട്ടത്? എങ്ങനെയാണ് ജീൻ പൊള്ളാൽ പ്രതിയാക്കപ്പെട്ടത്? എങ്ങനെയാണ് ശ്രീനാഥ് ബാസി പ്രതിയാക്കപ്പെട്ടത്? എങ്ങനെയാണ് സൂരജ് പാലക്കാരൻ പ്രതിയാക്കപ്പെട്ടത്? എങ്ങനെയാണ് സീരിയൽ നടിയുടെ പരാതിയിൽ സംവിധായകൻ ഉണ്ണികൃഷ്ണൻ പ്രതിയാക്കപ്പെട്ടത്? എങ്ങനെയാണ് ശാന്തിവിള ദിനേശ് പ്രതിയാക്കപ്പെട്ടത്? ഇതൊക്കെ ഈ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിവിധ കാലയളവിൽ ചെയ്യപ്പെട്ട കാലയളവിൽ വിശദാംശങ്ങളിലേക്ക് ആർജവത്തോടുകൂടിയുള്ള നടപടികളുടെ ഭാഗമാണ്. ശരി, സർക്കാർ എന്ത് ചെയ്തു ചെയ്തില്ല തുടങ്ങിയ അതിൽ ശ്രീ രാജു പി നായർക്ക് അഭിപ്രായം പറയാനുണ്ടാവും, ശ്രീ രാഹുൽ ഈശ്വറും പറയാനുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ശ്രീമതി ഉഷയ്ക്ക് പോകണം, അതുകൊണ്ട് ഞാൻ ഒരു ചോദ്യം കൂടി ശ്രീമതി ഉഷയോട് ചോദിക്കാം. ശ്രീമതി ഉഷ, ഇവിടെ ഇപ്പോൾ ഒരു റിപ്പോർട്ടുണ്ട്, ആ റിപ്പോർട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്നു. താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിനിമയിൽ ആകപ്പാടെ കുഴപ്പമാണ് എന്ന് നാട്ടുകാരെ ചർച്ച ചെയ്യുന്നതിന് അപ്പുറത്ത് എന്ത് എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമല്ലേ? കാരണം ഇപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു നീക്കമെങ്കിലും ഉണ്ടാകുന്നത്. മുൻകാലങ്ങളിലൊക്കെ ഇതൊരു ആചാരം പോലെ നടന്നു വന്നിരുന്ന കാര്യമാണെങ്കിൽ ഇപ്പോൾ WCC പോലെയുള്ള സംഘടനകളുണ്ട്, സിനിമാ മേഖലയിൽ IC-കളുണ്ട്, കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള മാർഗങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്, കുറെ കൂടി മെച്ചപ്പെട്ടു. പക്ഷേ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ അതൊരു തരത്തിൽ സംരക്ഷണമായി മാറില്ലേ? തീർച്ചയായിട്ടും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ദീദി സംസാരിച്ചത് മുഴുവനും ഞാൻ കേട്ടു. നേരത്തെ ഒരു ചർച്ചയിൽ WCCയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സജിത മഠത്തിൽ സംസാരിച്ചതും ഞാൻ കേട്ടു. അപ്പോൾ ഇവരെല്ലാവരും പറയുന്നത് നമ്മൾ ഇരയാക്കപ്പെട്ട സ്ത്രീകളുടെ നമ്മളെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പറയുമ്പോഴും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് പ്രതികൾ രക്ഷപ്പെട്ടു പോവുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അവരെ പറഞ്ഞ് അവർക്ക് ധൈര്യം കൊടുത്ത് അവരെ കൊണ്ട് പരാതി കൊടുപ്പിക്കാനും പോലീസ് FIR എടുത്ത് കോടതിയിൽ വരുമ്പോൾ ഈ കേസ് അവർ തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഈ കേസ് ഒന്നും അല്ലാതായി പോകും, വാദി പ്രതിയാവുന്ന അവസ്ഥയുണ്ടാവും. അതുതന്നെയാണ് സർക്കാരിനുണ്ട്. ആരും പരാതി കൊടുക്കാൻ തയ്യാറല്ല, എല്ലാവരും പറയാൻ തയ്യാറാണ്, രഹസ്യമായിട്ട് പറയാൻ തയ്യാറാണ്. പക്ഷെ പരസ്യമായിട്ട് ഒരു പരാതിയായിട്ടോ പറയാനോ ആരും തയ്യാറല്ല. അങ്ങനെ വരുമ്പോൾ ഇവർ രക്ഷപ്പെടുകയല്ലേ ചെയ്യുന്നത്, കുറ്റം ചെയ്ത പ്രതികൾ രക്ഷപ്പെടുകയല്ലേ ചെയ്യുന്നത്. അവിടെ ദയവായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്തത് ഈ പെൺകുട്ടികൾക്ക്, WCCയോടും പെൺകുട്ടികളോടും പറയുന്നത്, നിങ്ങൾ ധൈര്യപൂർവ്വം, അവരുടെ പേരൊന്നും വരില്ലെന്ന് കോടതി തന്നെ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ കോടതി പരിശോധിക്കുമ്പോൾ പറയുമല്ലോ ഇത് നിയമപരമായിട്ട് കേസെടുക്കേണ്ട കേസുകളാണ് നടന്നിട്ടുള്ളതെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രതികളെ ഈ കുറ്റം ചെയ്തു എന്ന് പറയുന്നത് അവർ പിന്നെയും ആ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവിടെ സുരക്ഷ ഉണ്ടാവുന്നത്? ഇനി വരുന്ന കാലത്തും ഈ സുരക്ഷ ഉണ്ടാവും? മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുറ്റം ചെയ്ത പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അതിന്റെ നിയമവശങ്ങളൊന്നും എനിക്കറിയില്ല. സഹപ്രവർത്തകരോട് നിങ്ങളെ ആക്രമിച്ച ആളുകളുടെ പേര് ധൈര്യമായി പരാതിപ്പെടൂ, പുറത്തു പറയണ്ട, മറിച്ചൊരു നിയമ സംവിധാനത്തിന് മുൻപിൽ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് പരാതിപ്പെടൂ എന്ന് ഒരു ഉപദേശം നൽകാനുണ്ടോ? ഉണ്ട്. ഞാൻ അവരോട് അതാ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ, നിങ്ങൾ ധൈര്യപൂർവ്വം പരാതി കൊടുത്തു ഈ കേസുമായിട്ട് മുൻപോട്ട് പോകും. അപ്പോഴേ നമുക്കിതിനൊരു അന്ത്യം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനിയുള്ള കാലത്തെങ്കിലും സ്ത്രീകൾക്ക് ഇവിടെ സുരക്ഷിതരായി മാന്യമായിട്ട് ജോലി ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊന്നും നടക്കാതിരിക്കണം, ചൂഷണങ്ങൾ നടക്കാതിരിക്കണമെങ്കിൽ തെറ്റ് ചെയ്തവർ ശിക്ഷ വാങ്ങിക്കണം. അവരെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇവരൊക്കെയാണ് ഇത്രയും കാലം ഇവിടെ ഓരോ കാര്യങ്ങൾ തെറ്റ് സ്ത്രീകളെ ആണെങ്കിലും, സ്ത്രീകളെ മാത്രമല്ല, ഈ ഒതുക്കൽ എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടാത്ത പുരുഷന്മാരെയും ചെയ്യാറുണ്ട്. പുരുഷന്മാരോടും അവർക്കിഷ്ടമില്ലാത്ത പകയുള്ള പുരുഷന്മാരെയും ചെയ്യാറുണ്ട്.
ഈ ഇൻഡസ്ട്രി അവർ ആര് വാഴണം ആര് വീഴണം എന്ന് തീരുമാനിക്കുന്ന കുറേ ആൾക്കാർ. അപ്പോൾ അവരെയൊക്കെ പുറത്ത് കൊണ്ടുവരണ്ടേ? ഇതിനൊരു അറുതി വരുത്തണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോലും ഇപ്പോൾ തുറന്നു പറയുന്നത്. ഇനി വരാൻ പോകുന്ന എൻ്റെ സഹോദരിമാർക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ ഈ ഇൻഡസ്ട്രിയിൽ ജീവിക്കേണ്ട ഇതൊരു ഉപജീവന മാർഗം കൂടെയാണ് പലർക്കും. അപ്പം നമ്മളൊക്കെ ഒതുക്കലിലൂടെ അനുഭവിച്ചതുപോലെ ഇനി ആരും അനുഭവിക്കാൻ ഇടയുണ്ടാവരുത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇപ്പോൾ ഞാൻ വീണ്ടും സജീവമായിട്ട് 2-3 സിനിമകളിലും സീരിയലിലും ഒക്കെ അഭിനയിക്കുന്നുണ്ട്. ഇനി ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ എന്തൊക്കെ വരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കതിലൊന്നും ഒരു ഭയവുമില്ല. തീർച്ചയായും അത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. നന്ദി സംസാരിച്ചത്. ശ്രീ രാജു പി നായർ, ഇന്ന് ഹൈക്കോടതിയും സർക്കാരിൻ്റെ കൺസേൺ എടുത്തു പറയുന്നുണ്ട്. അതായത് ആരും പരാതിയുമായി മുന്നോട്ട് വരുന്നില്ല. ആരും പരാതിയുമായി മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ ലൈംഗിക അതിക്രമ കേസിൽ എങ്ങനെ കേസുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് സർക്കാരിൻ്റെ പ്രശ്നമെന്ന് ഇവിടെ ജെയ്ക്സി തോമസും വിശദീകരിക്കുന്നു. താങ്കൾക്കത് ബോധ്യമാവുന്നുണ്ടോ? അഭിലാഷേ, ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം കേരളത്തിന്റെ പൊതുസമൂഹവും കേരളത്തിന്റെ സിനിമാ വ്യവസായത്തിലുള്ള വനിതകൾ ഉൾപ്പെടെ ഈ നാട്ടിലെ രാഷ്ട്രീയ സംഘടനകൾ ഭൂരിഭാഗവും എല്ലാവരും, ആക്ടിവിസ്റ്റുകൾ ഉൾപ്പെടെ എല്ലാവരും പറയുന്ന ഒറ്റ കാര്യം എന്താ? ഈ കിട്ടിയിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ കേസെടുക്കണം. കേസെടുക്കുന്നതിൽ യാതൊരു നിയമ തടസ്സവുമില്ല. കാരണം ഒരു കോഗ്നിസബിൾ ഓഫൻസ്, അത് കൃത്യമായിട്ട് കോഗ്നിസബിൾ ഓഫൻസ് ആണെന്ന് റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കോഗ്നിസബിൾ ഓഫൻസ് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് കേസെടുക്കണം എന്നുള്ളത് 2023 സുപ്രീം കോടതിയുടെ വിധി തന്നെയുണ്ട്. കൃത്യമായിട്ട് ഒരു കോഗ്നിസബിൾ ഓഫൻസ് ശ്രദ്ധയിൽപ്പെട്ടാൽ പരാതിക്കാർക്കൊന്നും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, കേസ് എടുക്കണം. കേസെടുത്ത് FIR ഇട്ടതിനു ശേഷമാണ് അന്വേഷണവും അക്യൂസ്ഡും ഒക്കെ വരേണ്ടത് പിന്നെയാണ്. ഞാൻ സർക്കാരിനെ അഭിനന്ദിക്കുന്നു. എന്തിനാണെന്നറിയാമോ? ഇന്നലെ രാവിലെ ജനതാ റോഡിൽ വെച്ച്, വൈറ്റിലെ ജനതാ റോഡിൽ വെച്ച് ഒരു സ്ത്രീയെ 2-3 പുരുഷന്മാർ ചേർത്ത് മർദ്ദിച്ചു. ഇന്ന് രാവിലെ വായിച്ച വാർത്ത അനുസരിച്ച് പോലീസ് കേസെടുത്തു. പക്ഷെ ആ കുട്ടിക്ക് പരാതിയില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ വാർത്ത. ഞാൻ സർക്കാരിനെ അഭിനന്ദിക്കുകയാണ്. പക്ഷെ സർക്കാരിന് ആ ആർജവം എന്തുകൊണ്ട് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഉണ്ടാവുന്നില്ല? എന്തുകൊണ്ട് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ നീതി ആവശ്യപ്പെട്ട് നടത്തുന്നവരെ മുഴുവൻ ശത്രുസ്ഥാനത്ത് നിർത്തുന്നു? പാർവതി തിരുവോത്ത് പ്രതികരിച്ചു. പാർവതി തിരുവോത്തിന് മറുപടി നൽകാൻ 2 മന്ത്രിമാരാണെന്ന് വന്നത്. സജി ചെറിയാൻ സാംസ്കാരിക മന്ത്രിയും MP രജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. എന്താ അദ്ദേഹത്തിന് അതിലുള്ള റോള് എന്ന് എനിക്കറിയില്ല. പക്ഷെ സാധാരണ എന്ത് വന്നാലും പ്രതികരിക്കുന്ന റിയാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഞാൻ ഒരു സാന്ദർഭികമായി പറഞ്ഞു പോട്ടെ. പക്ഷെ പാർവതി തിരുവോത്തിനെതിരെ പ്രതികരിക്കാൻ 2 മന്ത്രിമാർ മുന്നോട്ട് വന്നു. എന്താ എന്റെ ആവശ്യം? അവര് പറയുന്ന കൺസേൺസ് കേൾക്കുകയും അതിനനുസരിച്ചുള്ള നടപടി. ഇനി ആർജവമൊക്കെ പറയുകയാണല്ലോ. ഞാൻ ചോദിക്കട്ടെ അഭിലാഷേ, എങ്ങനെയാണ് ഹേമ കമ്മിറ്റി ഉണ്ടായത്? ഈ സർക്കാർ സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് കേട്ടപ്പോ എന്നായി ഒന്ന് അന്വേഷിച്ചു കളയാം എന്ന് വിചാരിച്ചുണ്ടാക്കിയാണോ? അല്ല. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം WCC രൂപീകരിക്കപ്പെടുകയും ആ സിനിമാ രംഗത്തുള്ള ആർജവമുള്ള പെൺകുട്ടികൾ കുറെ പേര് മുന്നോട്ട് വന്നുകൊണ്ട് നടപടി ഉണ്ടാവണം എന്നുള്ള കൃത്യമായ നിലപാടെടുക്കുമ്പോൾ സർക്കാരിന് അത് അംഗീകരിക്കേണ്ടി വന്നു. ഇപ്പോ നിയമപരമായ സാധുതയൊന്നും മറ്റ് ഇതൊന്നും ഇല്ലാത്ത കമ്മിറ്റിയാണെന്നുള്ളത് നമ്മളിപ്പോ വെളിപ്പെട്ടല്ലോ. അപ്പൊ സർക്കാരിന്റെ ആർജവം എത്രത്തോളം ഉണ്ടെന്ന് അവിടെ നിൽക്കട്ടെ. ഇനി അങ്ങനത്തെ ഒരു റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് വന്നിട്ട് 4.5 വർഷമായല്ലോ. 4.5 വർഷം മുമ്പ് ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ റിപ്പോർട്ട് വായിച്ചതാണല്ലോ. എന്ത് നടപടിയെടുത്തു? അല്ല, ഞാൻ പറയട്ടെ അഭിലാഷ, 30 സെക്കൻഡ്. എന്ത് നടപടിയെടുത്തു? ഇപ്പോ കോൺക്ലേവ് നടത്തുമെന്ന് പറയുന്നു. പാർവതി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, വേട്ടക്കാരുടെ കൂടെ ഇരുത്തി ഇരകളെ ഇരുത്തിയിട്ടാണോ നിങ്ങൾ നയരൂപീകരണം നടത്താൻ പോകുന്നത്? ഈ സിനിമയുടെ നയത്തെ സംബന്ധിച്ചാണോ പ്രശ്നം? സിനിമയ്ക്കകത്ത് നടക്കുന്ന സ്ത്രീ വിരുദ്ധതയെ സംബന്ധിച്ചാണ്. അതിലേക്ക് മാത്രം ചുരുക്കണ്ട. ഞാൻ ചോദിക്കട്ടെ, പരാതിക്കാരില്ലാത്തത് ബലാത്സംഗം ചെയ്ത കേസിലും പീഡന കേസിലുമാണല്ലോ. ഇതിൽ വളരെ ഇതായിട്ട് പറയുന്നു, ഈ സിനിമയ്ക്കകത്ത് വലിയ രീതിയിൽ മയക്കുമരുന്ന് നടക്കുന്നു. രാജ്യത്തിനെതിരെയുള്ള കുറ്റം മയക്കുമരുന്ന്, ഒരു സമാന്തര ഇക്കോണമി പോലും. എന്ത് നടപടിയെടുത്തു? അല്ല, എനിക്ക് ഒരു അഭിലാഷേ, ഇത്രയും പേരുണ്ട്, പക്ഷെ കാര്യങ്ങൾ പറയാനുള്ള പറഞ്ഞു പോലും ശരിയാവും. എന്ത് നടപടിയെടുത്തു? ഒരു നടപടി എടുത്തിട്ടില്ല. 4.5 വർഷക്കാലം. അല്ലല്ല, 4.5 വർഷക്കാലം ശ്രീമതി ശാരദ ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിൽ 2020 മുനീറിന് കൊടുത്ത നിയമസഭയിലെ മറുപടി ശാരദയുടെ റെക്കമെൻഡേഷൻസ് ഉണ്ട്. അവർക്ക് മൂത്രമൊഴിക്കാനുള്ള ഈ ടോയ്ലറ്റുകൾ വേണം. 4.5 വർഷമായിട്ട് ആ ഈ ടോയ്ലറ്റ് സർക്കാർ അതാണല്ലോ ഉന്നയിക്കുന്ന ചോദ്യം. ശരി, ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാം. അങ്ങ് തുടരൂ ദയവായി. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ ഒരുപാട് പഠനങ്ങൾ, ഗവേഷണ പ്രബന്ധങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്.
കൊളോണിയലിസത്തിന്റെ സ്വാധീനം മലയാള സാഹിത്യ മേഖലയിൽ അങ്ങനെ ഒരു ഗവേഷണം നടത്താം, ഒരു പഠനം നടത്താം, അതിന്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക. ഇന്ന് പറയുന്ന പോലെ മലയാള സിനിമയിലെ പുരുഷാധിപത്യത്തിന്റെ സ്വാധീനം എത്ര എന്നൊരു പഠനം നടത്തി, ഒരു കോൺക്ലേവ് നടത്തി, ഒരു പവർ പോയിന്റ് പ്രസന്റേഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണോ സർക്കാർ ഈ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഈ കമ്മിറ്റി ഉണ്ടാക്കിയത്? അതിനപ്പുറത്ത് എന്ത് ആക്ഷൻ എന്നിപ്പോ കോടതി തന്നെ ചോദിക്കുകയാണ്. അഭിലാഷ്, ആക്ഷൻ വേണമെന്ന് തന്നെ എല്ലാവർക്കും അഭിപ്രായം. പക്ഷേ ഏക ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എന്താ? ഇത് രാഹുൽ ഈശ്വറിന്റെ മാത്രമല്ല, നടി രേവതിയുടെ കാഴ്ചപ്പാട് എന്താ? ശ്രീമതി ഭാഗ്യലക്ഷ്മി മുമ്പോട്ട് വെച്ച നിലപാടെന്താ? ഈ സിനിമാ മേഖലയെ സ്നേഹിക്കുന്നവരെല്ലാം പഴയ ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കലല്ല, പുതിയൊരു യുഗപ്പിറവിക്ക് വേണ്ടിയുള്ള നയവും നിലപാടും വേണം എന്നുള്ള സമീപനത്തിലല്ലേ പോകുന്നത്. പക്ഷെ പല ആൾക്കാർക്കും ഇന്നലത്തെ പ്രശ്നങ്ങളിൽ വീണ്ടും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാനും ചർച്ച ചെയ്യാനുമാണ് താല്പര്യം. അങ്ങനെയാണോ വേണ്ടത്? എനിക്ക് വേണമെങ്കിൽ ഈ അവസരം രാഷ്ട്രീയപരമായി ഉപയോഗിച്ച് ജയിക്കിനെയും ശ്രീ പിണറായി വിജയനെ ആക്രമിക്കാം. ശബരിമലയെ എടുത്തിയാടിയല്ലോ, സിനിമാ മേഖലയിൽ മുട്ടുറച്ചല്ലോ, അത് പറഞ്ഞാൽ എനിക്ക് എന്റെ മാന്യത ഇല്ലാതായി പോകുമെന്നാണ് അർത്ഥം. സിനിമാ മേഖലയെ നന്നാക്കാനുള്ള സമഗ്രമായ ഇടപെടൽ വേണം, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി. ഒരുപാട് നന്മയുള്ളതാണ് നമ്മുടെ സിനിമാ മേഖല, പക്ഷെ പല പ്രശ്നങ്ങളും ഉണ്ട്. ഇന്ന് WCCയുടെ ഇറക്കമായി വന്ന ഒരു പ്രസ്താവന പല മാധ്യമങ്ങളിലും കണ്ടു. ഈ റിപ്പോർട്ട് ഉപയോഗിച്ച് സ്ത്രീകളെ പലരും അവഹേളിക്കുന്നു. അങ്ങനെ സിനിമാ മേഖലയിലെ സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാം അവഹേളിച്ച് ഇതൊരു മാഫിയയാണ്, അധോലോകമാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് ആർക്കാണ് ഗുണം? അവിടെയാണ് നമുക്ക് പക്വമായി സംയമനത്തോടെ സമവായത്തോടെ മുമ്പോട്ട് പോകുന്ന ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു നിലപാടല്ലേ വേണ്ടത്. കോൺക്ലേവ് നല്ല ആശയമാണ്, കോൺക്ലേവ് പോലത്തുള്ള ആശയങ്ങളല്ലേ വരേണ്ടത്. പകരം പറ്റുന്നത് എന്താ? 2019 ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയിൽ ജിതേന്ദ്രക്കെതിരെ എടുത്തൊരു FIR-ൽ കോടതി പറയുന്നത് ഇത് ഇൻഹറന്റ്ലി അബ്സേർഡ് ആണെന്നാണ്, ഇത് അബ്സേർഡ് ആണ്, ഇത് വിഡ്ഢിത്തരമാണെന്നാണ്. 48 വർഷം മുമ്പ് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ജിതേന്ദ്രക്കെതിരെ ഒരു പെൺകുട്ടി കേസ് കൊടുത്തു. അപ്പം കോടതി ചോദിച്ചു, ഇത് പ്രൂവ് ചെയ്യാനും ഡിസ്പ്രൂവ് ചെയ്യാനും ഒക്കെ എങ്ങനെയാ സാധിക്കുക? ഇത് ഇൻഹറന്റ്ലി അബ്സേർഡ് ആണ്, വേഗ് ആൻഡ് അബ്സേർഡ് എന്നാണ് കോടതി തന്നെ ഉപയോഗിച്ചത്. അപ്പൊ പ്രായോഗികതയില്ലാതെ കയ്യടിക്ക് വേണ്ടി നിലപാടുകൾ എടുക്കാൻ നമ്മൾ ശ്രമിക്കരുത്. പ്രായോഗിക ബുദ്ധിയോടെ മുമ്പോട്ട് നോക്കുന്ന രാഹുൽ ഈശ്വർ, താങ്കളും അഭിഭാഷകനാണല്ലോ, താങ്കൾ ലോ പഠിച്ചിട്ടുണ്ടല്ലോ. കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് മുമ്പിൽ ഈ റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയ ഭാഗങ്ങളോട് ചേർത്ത് പൂർണ്ണ രൂപത്തിൽ വരികയാണ്. അപ്പൊ ആ ഒഴിവാക്കിയ ഭാഗത്തും ഒഴിവാക്കാത്ത ഭാഗത്തും ഒക്കെ കോഗ്നിസിബിൾ ഒഫൻസസിന്റെ കമ്മീഷനെ കുറിച്ചുള്ള ധാരാളം വിവരങ്ങൾ വരികയാണ്. അപ്പോൾ ഈ ഒഫൻസുകളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് ഹൈക്കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ ബോധ്യമാവുകയാണ്. ആര് ചെയ്തു, ആരതിന് ഇരയായി എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷെ ഇത്രയും കുറ്റകൃത്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് ബോധ്യമാവുമ്പോൾ കോടതിക്ക് ശരി എന്നാ പിന്നെ ഇനി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തീരുമാനിച്ചാൽ മതിയല്ലോ, ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള നിലയിൽ മാത്രം ആലോചിക്കാൻ പറ്റുമോ? അല്ല, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കോടതി എന്ന് പറഞ്ഞത് ഒരു സീൽഡ് കവറിൽ കൊടുക്കണമെന്നാണ്. രണ്ട്, വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കരുത്. ഏതൊക്കെ വ്യക്തികളുടെ? ഇവിടെ പലർക്കും കൺസേൺ ഈ വിക്ടിംസിന്റെ മാത്രമാണ്, അത് വേണം. പക്ഷേ ഈ വിക്ടിംസ് പറയുന്ന പല ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ ശരിയുണ്ടാകാം, തെറ്റുണ്ടാകാം. അഭിലാഷ് പോലും ഉപയോഗിക്കുന്ന പദപ്രയോഗം നോക്കൂ, കുറ്റകൃത്യങ്ങൾ വെളിപ്പെട്ടു എന്ന് ആരോപണങ്ങളാണ് വന്നിട്ടുള്ളത്. ആ ആരോപണങ്ങൾ ശരിയാകാം, തെറ്റാകാം. കേരള ഹൈക്കോടതി പറഞ്ഞത് അഭിലാഷോ ഞാനോ ആണോ പറയേണ്ടത്? കോടതിക്ക് എങ്ങനെ തീരുമാനിക്കും? ഇൻവെസ്റ്റിഗേഷൻ നടക്കണ്ടേ, ട്രയൽ ഒന്നും നടക്കണ്ടേ? അതിനു മുമ്പേ ആരോപണങ്ങളുള്ള സത്യമാണെന്ന് അഭിലാഷോ രാഹുൽ ഈശ്വറിനോ തീരുമാനിക്കാൻ കഴിയുമോ? അപ്പോ ഏകപക്ഷീയമായി ഇനി രണ്ട് ഉപയോഗിച്ചത് ഒഫൻസസ്, എക്സ്പ്ലോയിറ്റേഷൻ തുടങ്ങിയ വാക്കുകളാണ്. ഇപ്പോൾ ആരോപണങ്ങൾ മാത്രമല്ലേ, ഇത് ഒഫൻസസ് ആകണ്ടേ? അങ്ങനെ ഒരു പ്രക്രിയയില്ലേ? ഇപ്പോൾ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിൽ പറ്റും പറയുന്നത് ദിലീപിനെ ജയിലിലിട്ട് നല്ല, വിജയബാബുവിനെ ജയിലിലിട്ട് നല്ലതായി, അല്ലെങ്കിൽ ഒമർ ലുലുവിനെ അവരുടെ കോടതി എടുത്ത സമീപനം എന്താണ്? കൺസെന്റോടുകൂടി രണ്ട് വ്യക്തികൾ സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവെക്കുകയാണ്. 6 മാസത്തിന് ശേഷം പെൺകുട്ടി ഒരു സിനിമയിൽ റോള് കിട്ടാത്തത് കൊണ്ട് ഇവൻ എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ആണ് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കണോ? അല്ലെങ്കിൽ ഇവന്റെ സിനിമ അവസരങ്ങൾ കളയണോ? അവന്റെ വീട്ടിൽ അവന് കുട്ടിയും ഭാര്യയൊന്നുമില്ലേ? അവന്റെ കുട്ടിക്ക് സ്കൂളിൽ ഫീസ് കൊടുക്കുന്ന ആവശ്യമൊന്നുമില്ലേ? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു കൺസേൺ ഒന്നുമില്ലേ? അപ്പൊ ഈ ആണിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ അതിൽ കൈയടിച്ച് ചിരിക്കാൻ കഴിയാണ്. 86 ദിവസമാണ് നിരപരാധിയെ ദിലീപിനെ ജയിലിൽ പിടിച്ചിട്ടത്. എന്നിട്ട് അത് എന്താ അച്ചീവ്മെന്റ് ആയിട്ട് പറയുന്നത്? ദിലീപ് നിരപരാധിയാണ് എന്ന് ആ കേസിലെ വിധി വന്നോ? അദ്ദേഹം പ്രതിയായ കേസിലെ വിധി, വിചാരണ കോടതിയിലെ വിധി വന്നോ? ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ എന്നോട് പറയുന്നു ഇവരെ ആരെയും കുറ്റവാളിയായി പ്രഖ്യാപിക്കരുതെന്ന്. കുറ്റവാളിയായി പ്രഖ്യാപിക്കുന്നില്ല. പക്ഷെ ഇവരുടെ ആരുടെയെങ്കിലും കേസിൽ ഈ ജുഡീഷ്യൽ പ്രോസസ്സിന് ശേഷമുള്ള വിധി വന്നോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ രാഹുൽ ഈശ്വർ ഇപ്പോഴേ ഇവർക്ക് കുട്ടിയുണ്ട്, കുട്ടിക്ക് ഫീസ് കൊടുക്കണം, ഇവരെ നിരപരാധിയായി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാവോ? ചർച്ച ചെയ്യാനും നമ്മൾ ഈ അവതാരത കാണിച്ചില്ലല്ലോ, കോടതി വിധി വരെയൊന്നും കാത്തിട്ടില്ലല്ലോ. അപ്പം ഇവിടെ ആണിനെ ആര് കയ്യിലടിച്ചാലും അവനെ ചങ്ങലക്കിട്ട് അവനെ അടിച്ചാൽ അതിനൊരു മാർക്കറ്റ് ഉണ്ട്, അതിന് കൈയടിക്കാൻ ഒരുപാട് ആൾക്കാരും. അത് സിനിമാ മേഖലയെ കൂടി ഇല്ലാതാക്കും. കോടതി പറയുന്നത് വരെ ഈ അക്യൂസിന്റെ പേര് പുറത്തു വിടരുത്, അതല്ലേ? ശരി, രാഹുലിന്റെ കണക്ഷൻ കട്ടായി, ഞാൻ രാഹുലിലേക്ക് വരാം. ശ്രീമതി ദീദിയിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ MR അഭിലാഷ്, ഞാനിപ്പോ നേരത്തെ രാഹുലിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ. ഇപ്പൊ കോടതി
മുഴുവൻ റിപ്പോർട്ടും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടന്നതായുള്ള വിവരമുണ്ട് എന്ന് നമുക്കറിയാം. കോടതി തന്നെയും അത് പറയുന്നുണ്ട്. അപ്പോൾ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടന്നതായുള്ള വിവരം കോടതി മുൻപാകെ എത്തുമ്പോൾ കോടതി എന്താണ് ചെയ്യുക? കോടതി തന്നെ പറയുന്നു ഈ കുറ്റവാളികളെയും അതുപോലെ തന്നെ ഇരകളെയും അവരെ എങ്ങനെ ഇക്കാര്യത്തിൽ നീതി എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന കാര്യം അഡ്രസ്സ് ചെയ്യേണ്ടത് കോടതിയുടെ ബാധ്യതയാണെന്ന് കോടതി പറയുകയും ചെയ്യുന്നുണ്ട്. ശ്രീ അഭിലാഷ്, കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇത്ര വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ ആ റിപ്പോർട്ടിൽ അതിന് അവലംബമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രതിപാദിച്ചിട്ടുള്ളതെന്നുള്ളത് പരിശോധിക്കും. അതിനകത്ത് ഇരകൾക്ക് എന്താണ് അഷ്വറൻസ് കൊടുത്തിട്ടുള്ളതെന്നുള്ളത് പരിശോധിക്കും. ഇരകൾ ഇത് നിയമ നടപടിക്കായിട്ടാണോ ഇത് ഷെയർ ചെയ്തത്, അങ്ങനെ ഇര സഹകരിക്കുവാൻ, അതായത് അന്വേഷണവുമായി മുൻപോട്ട് സഹകരിക്കുമോ എന്നോ അവരുടെ സുരക്ഷിതത്വം, ഈ വിഷയമെല്ലാം സമഗ്രമായി പരിശോധിച്ചതിന് ശേഷം കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസാണ് നടന്നിട്ടുള്ളത്, ഇരയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടല്ലാതെ തന്നെ അന്വേഷണവുമായി മുൻപോട്ട് പോകാൻ കഴിയും എന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ഒരു വിശ്വാസപ്രകാരം, എൻ്റെ നിയമബോധ്യപ്രകാരം FIR രജിസ്റ്റർ ചെയ്യുവാൻ കോടതി നിർദ്ദേശിച്ചേക്കാം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് കണക്ട് ചെയ്ത് പറയേണ്ടതായിട്ടുണ്ട്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നമുക്കറിയില്ല ഈ റിപ്പോർട്ടിൻ്റെ രണ്ടാമത്തെ വോള്യത്തിൽ എന്താണ് എന്നുള്ളത്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുള്ളതോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള നോട്ട്സ് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഇത് ഒരു FIR 173 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം FIR രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടാണോ അല്ലയോ എന്നുള്ളത് കോടതി കണ്ടെത്തുന്നത്. ഇനിയിപ്പം ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും അവർ നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പിന്നെ നിയമ നടപടി വരുന്നതെങ്കിൽ ഇത്രയും നാൾ സർക്കാർ എന്തുകൊണ്ടാണ് നടപടി എടുക്കാതിരുന്നത് എന്നുള്ള ഒരു ചോദ്യം തീർച്ചയായിട്ടും കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ വേട്ടക്കാരുടെ പേര് പുറത്തുവിടുക, അതിനെ സംബന്ധിച്ച് ശ്രീ രാഹുൽ ഈശ്വർ ഇവിടെ പറയുകയുണ്ടായി. അതിൻ്റെ നിയമവശം മാത്രം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ കേൾവിക്കാർക്ക് വ്യക്തത വരുത്തുവാൻ വേണ്ടി. ഈ കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം നടത്തുന്ന ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ആർക്കെതിരെയെങ്കിലും ഒരു ആരോപണം വരികയാണ് എന്നുണ്ടെങ്കിൽ ആരാണോ ഇതിനകത്ത് ആരോപണ വിധേയമാകുന്നത് അവരെ സെക്ഷൻ 8B പ്രകാരം കേൾക്കേണ്ടതായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അവരെ ക്രോസ് എക്സാമിൻ ചെയ്ത് അതിൻ്റെ സത്യസന്ധത, ആ വെറാസിറ്റി അസർട്ടൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സെക്ഷൻ 5 പ്രകാരം സിവിൽ കോടതിയുടെ അധികാരമുള്ളതുകൊണ്ട് അവിടെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. ഇന്ത്യയിൽ എവിടെയും ആളെ സമ്മൺ ചെയ്തുകൊണ്ട് അവരുടെ മൊഴിയെടുക്കുവാൻ കഴിയും. അപ്പോൾ ഇത് അങ്ങനെയുള്ള ഒരു സംവിധാനമല്ല, ഇതൊരു കമ്മിറ്റി മാത്രമാണ്. അങ്ങനെയുള്ള സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള അഷുറൻസസ് ഒന്നുമില്ല എന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള മൊഴിയുടെ സ്വഭാവം എന്താണെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് പരിശോധിച്ചൊരു തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ളത്. ഈ 4.5 വർഷത്തോളം നടപടി എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ളത് കോടതിയുടെ നിർദ്ദേശപ്രകാരം FIR രജിസ്റ്റർ ചെയ്യുവാൻ ഡയറക്ഷൻ വരികയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ പുറത്ത് തീരുമാനമൊന്നും എടുക്കാതെ ഇരുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കൃത്യനിർവഹണത്തിൻ്റെ കൃത്യനിർവഹണത്തിൽ നിന്നുള്ള ഒരു പിന്മാറ്റമായിട്ട് ഒരു പക്ഷേ പൊതുസമൂഹം സർക്കാരിൻ്റെ ഭാഗത്ത് കണ്ടേക്കാം. കോടതിയാണ് ഒരു സെക്കൻഡ് ശ്രീ രാഹുൽ, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ അഭിലാഷ്, ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ ഗേൾസ് എന്നും വിമൻ എന്നും രണ്ടായി പറയുന്നുണ്ട്. ചിലയിടത്ത് ദ ഗേൾ സ്റ്റേറ്റഡ് എന്ന് പറയുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്ത ആൾ എന്ന് നമുക്ക് സ്വാഭാവികമായും അസ്യൂം ചെയ്യേണ്ടി വരും. പോക്സോ നിയമം വരുന്നതിന് മുമ്പാണോ അതിന് ശേഷമാണോ ഈ കുറ്റകൃത്യം നടന്നിട്ടുള്ളത് എന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഈ ശിശുപീഡനം അടക്കമുള്ള ഗൗരവതരത്തിലുള്ള സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ എന്നിരിക്കെ പരാതിക്കാരായി ആരുമില്ലെങ്കിലും കേസ് എന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരുമോ? അങ്ങനെ ഒരു പരാതിയോ അതല്ലെങ്കിൽ ഈ കേസിൽ മൊഴി കൊടുക്കാൻ ആരുമില്ല എന്ന സാഹചര്യമോ കേസിനൊരു തടസ്സമാണോ? ഇത് മൈനർ ആണോ അല്ലയോ എന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ശ്രീ അഭിലാഷ്. ഗേൾ എന്ന് പറയുന്ന ഒരു പൊതു പദപ്രയോഗത്തിലൂടെ നമുക്കത് നിയമത്തിൽ മൈനർ ആയിരുന്നു എന്ന് നമുക്ക് ഇൻഫർ ചെയ്യുവാൻ നമുക്ക് കഴിയില്ല. അത് കോടതിയാണ് അസർട്ടൈൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. പിന്നെ നേരത്തെ ശ്രീ രാഹുൽ ഈശ്വർ സൂചിപ്പിച്ച വർഷങ്ങളുടെ ഡിലേയെക്കുറിച്ച്, ഈ ഡിലേക്ക് എക്സ്പ്ലെയിനബിൾ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടെങ്കിൽ ഒരു ലൈംഗിക കുറ്റകൃത്യ കേസിൽ ഒരു ഇരയെ സംബന്ധിച്ചിടത്തോളം 10 വർഷം 15 വർഷം കഴിഞ്ഞിട്ടാണ് അവർ പേടി കൊണ്ട് ഇത് പുറത്തു പറയാതെയാണ് അവർ പുറത്ത് കമ്മീഷൻ്റെ മുമ്പിൽ ഷെയർ ചെയ്യുകയും അതുപ്രകാരം നിയമ നടപടിയുമായി മുൻപോട്ട് പോകുവാൻ അവർക്ക് മനസ്സുണ്ട്, നീതി വേണമെന്ന് അവർക്കൊരു തോന്നലുണ്ടാകുകയാണെങ്കിൽ ആ ഡിലേ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. കാരണം ഒരിക്കലും സൈലൻ്റ് ആയിട്ടിരുന്ന പരാതിക്കാരി കാരണമല്ല ഹേമ കമ്മീഷൻ കമ്മിറ്റി അവരെ കോണ്ടാക്ട് ചെയ്തത്.
അപ്പം ഡിലേ എന്ന് പറയുന്നത് എക്സ്പ്ലെയിനബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഈ അട്രോസിറ്റി ശരിക്കും സിനിമ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം കോമൺ ആയിട്ടുള്ള കുടുംബമാണ്. കാരണം എനിക്ക് ശ്രീ അഭിലാഷിൻ്റെ ഫാമിലിയെക്കുറിച്ച് അറിയില്ല, താങ്കൾക്ക് എന്നെക്കുറിച്ച് അറിയില്ല, പക്ഷേ നമുക്കെല്ലാം ഈ സിനിമാ കുടുംബത്തിലെ ആൾക്കാരെക്കുറിച്ച് അറിയാം. അപ്പോൾ ഏറ്റവും പരിഷ്കൃതമെന്ന് നാം കാണുന്ന കേരളത്തിന് സിനിമാ ലോകത്തിൽ ഇതുപോലെ വസ്ത്രം മാറാൻ പോകുന്ന സമയത്ത് പുറകിലൂടെ പോയി കെട്ടിപ്പിടിക്കുക, ഇത്തരത്തിലുള്ള അട്രോസിറ്റീസ് ഒരാളുടെ ഇംഗിതത്തിന് വിരുദ്ധമായിട്ടെങ്കിൽ അങ്ങനെ ശാരീരികമായിട്ട് കയ്യേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒഫൻസസ് ഒക്കെ തീർച്ചയായിട്ടും പ്രോസിക്യൂട്ട് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. പിന്നെ ആ നിയമ നടപടി എങ്ങനെയായിരിക്കണം എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനിക്കട്ടെ. സബ്ജുഡൈസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. വളരെ ഗൗരവത്തോടുകൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ദയവായി ശ്രദ്ധിക്കുക, ഇവിടെ ഉള്ളത് ഇരകളും വേട്ടക്കാരുമല്ല, പരാതിക്കാരും ആരോപിതരുമാണ്. ഇനി സ്ത്രീപക്ഷ സമീപനം എടുത്ത് പരാതിക്കാരെ ഇരകളെന്ന് തന്നെ വിളിച്ചോളൂ. ഇരകളും ആരോപിതരുമാണ്. ഇവരെ വേട്ടക്കാരെന്നോ ഇവരെ കുറ്റക്കാരെന്നോ പറയാനുള്ള അധികാരം നമുക്കില്ല. അത് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ വേണം, കോടതിയുടെ പ്രോസസ്സിലൂടെ പോകണം. ഇല്ലാതെ ഇവരെ ഓൾറെഡി ബ്രാൻഡ് ചെയ്യരുത്. കാര്യം അങ്ങനെ ബ്രാൻഡ് ചെയ്തുകൊണ്ട് ജീവിതം നഷ്ടപ്പെട്ട ഒരുപാട് പേരുടെ വ്യക്തിപരമായ കേസ് നോക്കുന്ന, അല്ലെങ്കിൽ അവരെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാൻ അവരുടെ പേര് പറയുന്നത്, എത്രയോ പേർ അവരെ ടാർഗറ്റ് ചെയ്യപ്പെട്ടു മാധ്യമങ്ങളുടെ കയ്യടിക്ക് വേണ്ടി. ഈ പ്രൊഡ്യൂസറുടെ കേസിൽ കോടതി പറഞ്ഞ വാക്കുകൾ ആലോചിക്കണം. പോലീസുകാരോട് പറഞ്ഞു, നിങ്ങൾ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് മീഡിയക്കാരെ കാണിക്കാനല്ലേ എന്ന്. ആ രീതിയിലുള്ള സമീപനം പലപ്പോഴും പൊതുസമൂഹത്തിന്റെയും മാധ്യമങ്ങളുടെയും പോലീസുകാരുടെയും ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യം. ഇനി ഇന്റർനാഷണൽ ജൂറിസ്പ്രുഡൻസ്, അന്താരാഷ്ട്ര തലത്തിൽ എന്താ, ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ജോണി ഡെപ്പും ആംബർ ഹേർഡും തമ്മിലുള്ള അന്താരാഷ്ട്ര തലത്തിലെ കേസ്, ജോണി ഡെപ്പ് മാനനഷ്ടത്തിന് പോയപ്പോ അവസാനം 80 കോടി രൂപയാണ്, അല്ലെങ്കിൽ $10 മില്യൺ ജോണി ഡെപ്പിന് സമ്മാനിച്ചത്. ഇനി മാനനഷ്ട കേസുകൾ നമ്മുടെ നടിമാർക്കെതിരെ കൂടെ നടന്നു, അല്ലെങ്കിൽ സഹോദരിമാർക്കെതിരെ കൂടെ നടന്നു. ഫ്യൂച്ചറിസ്റ്റിക് ആവൂ, ഭാവിയിലേക്ക് തീരുമാനിക്കൂ. ഇന്നലകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കരിവാരത്തേക്ക് ഉപേക്ഷിക്കുന്നു മാത്രമാണ്. ശരി, ഓക്കെ. അതിൽ ശ്രീമതി ദീദി ദാമോദരൻ, പഴയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി ഭാവിയിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് തുല്യവേതനം, സാനിറ്റേഷൻ സൗകര്യങ്ങൾ, കാരവൻ സംവിധാനം, സുരക്ഷ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വേണ്ടത്. അങ്ങനെ ഒരു കാഴ്ചപ്പാടും ഉണ്ട്. രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട്. അതാണോ സ്വീകാര്യമായിട്ടുള്ളത്? പഴയതൊക്കെ മറന്നേക്കൂ എന്നുള്ളത് WCCക്ക് സ്വീകാര്യമാണോ? പഴയത് മറക്കാൻ വേണ്ടി അല്ലല്ലോ ആ സ്ത്രീകൾ അവർ കടന്നുപോയ അവരെ ഗ്രീവൻസസ് അവിടെ പോയി പറഞ്ഞത്. അതവർക്ക് മറക്കാൻ ശ്രമിച്ചിട്ടും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ സ്ത്രീകൾക്കൊക്കെ അവിടെ പോയിട്ട് പറയേണ്ടി വന്നത്, മൊഴിയായിട്ട് കൊടുക്കേണ്ടി വന്നത്. പിന്നെ കുറേ കാലമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക, മലയാള സിനിമയെ എന്തോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ടാണിഷ് ചെയ്ത് കളഞ്ഞു, അത് ഭയങ്കരമായിട്ട് ജനറലൈസ് ചെയ്യുന്നു. റിപ്പോർട്ടിനകത്ത് ജസ്റ്റിസ് ഹേമ അണ്ടർലൈൻ ചെയ്ത് പറയുന്നുണ്ട്, ഇത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമല്ല, ഇതിന് എക്സെപ്ഷൻസ് ഒരുപാടുണ്ട്. അത് ഒരു സ്ഥലത്തല്ല, 2-3 സ്ഥലത്ത് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ടാണിഷ് ചെയ്തത് ആരാണ് എന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഈ ഇരകളും വേട്ടക്കാരുമല്ല പരാതിക്കാരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സ്റ്റേറ്റസ് കൊടുക്കാൻ എന്താണ് സിനിമയിൽ ഒരു കംപ്ലയിൻറ്റ് സെൽ ഇല്ലാത്തത്? എന്താണ് ഒരു IC ഇല്ലാത്തത്? എന്താണത് പ്രിവെൻറ്റ് ചെയ്യാനുള്ളൊരു സിസ്റ്റം വേണമെന്ന് പറയുമ്പം അത് ഈൽഡ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ ആയിരുന്നെങ്കിൽ അതിൻ്റെ പേര് കംപ്ലയിൻ്റ് എന്നാവുമായിരുന്നു, അപ്പം അത് പരാതി എന്ന് തന്നെ ആവുമായിരുന്നു. ഇത് പുറത്തേക്ക് പോകുമ്പോഴാണ് അതിൽ മൊഴി കൊടുത്തവരൊക്കെ ഇതൊരു ക്രിമിനൽ ഒഫൻസാണ്. ഇപ്പം CM പറഞ്ഞത് പുറത്തു പോയിട്ട് വീണ്ടും പരാതി കൊടുക്കാനാണ്. ഈ സ്ത്രീകൾക്ക് അങ്ങനെ പരാതി കൊടുക്കാനായിരുന്നെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടെന്ന് ആദ്യമേ അറിയാമായിരുന്നല്ലോ, അവർക്കത് ചെയ്താൽ മതിയായിരുന്നല്ലോ. എന്തിനായിരുന്നു നമ്മൾ ഈ വ്യായാമം ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തത് എന്തിനായിരുന്നു? അത് കഴിഞ്ഞിട്ട് എന്ത് പ്രൊട്ടക്ഷനാണ് ഉണ്ടായത്? പിന്നെ ഇപ്പോഴും ആവർത്തിച്ച് ചോദിക്കാനുള്ളത്, ഇത്തരം കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണല്ലോ പോഷ് ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്ന് പറയുന്നത്. എന്താണ് സിനിമയ്ക്ക് ഈൽഡ് ചെയ്യാൻ പറ്റാത്തത്? എന്താണ് സിനിമയ്ക്ക് അത് കേട്ടിട്ട് അങ്ങനെ ചെയ്യാം എന്ന് തോന്നാത്തത്? പിന്നെ ഈ സ്ത്രീകൾ മുഴുവൻ ഇങ്ങനെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു നടക്കുകയാണ്, സ്ത്രീകൾ മുഴുവൻ പരാതികളൊക്കെ കള്ളപ്പരാതികളാണ് എന്നുണ്ടെങ്കിൽ ഒരു ഏറ്റവും മിനിമം ഒറ്റ കൊല്ലം കൊണ്ട് ഡ്രോപ്പ് ഔട്ടായി പോയിട്ടുള്ള സ്ത്രീകളുണ്ടല്ലോ, അവരുടെ ഒരു ലിസ്റ്റ്, ഒരു സർവേ നടത്തിയാൽ മതി. ആ സർവേ നടത്തിയാൽ അറിയാം എന്തുകൊണ്ടാണ് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പിരിഞ്ഞു പോകേണ്ടി വന്ന എത്ര പേരാണ്. എന്ത് സെക്ഷൽ ഫേവേഴ്സ് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം എത്ര ടാലൻ്റ് ഉണ്ടെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോയി എന്ന് ഇന്ന് ചാനലുകളിൽ വന്നിട്ടും യൂട്യൂബുകളിൽ വന്നിട്ടും എത്ര സ്ത്രീകൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എത്ര പുരുഷന്മാരാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്.
അവരെല്ലാവരും ഈ ആണുങ്ങളുടെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ, കോൺസിക്വൻസ് ബെയർ ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ജനറലൈസ് ചെയ്തിട്ട് ഇവിടുത്തെ സ്ത്രീകൾ മുഴുവൻ പോട്ടെ, ഒരു ക്രൈം ബ്യൂറോൻ്റെ റിപ്പോർട്ട് വെച്ചിട്ട് എത്ര റേപ്പാണ് ഒരു ദിവസം നടക്കുന്നത്, എന്നിട്ട് ഇത് മുഴുവൻ സ്ത്രീകൾ ഈ ആണുങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് അത് സത്യമാവില്ല. ഇവിടെ എല്ലാവർക്കും അറിയാം ഇത് പ്യോർലി പാട്രിയാക്കലായിട്ടുള്ള ആണുങ്ങളെ സഹായിക്കാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അല്ലായിരുന്നെങ്കിൽ 4.5 വർഷം ഇങ്ങനൊരു റിപ്പോർട്ട് കയ്യിൽ വെച്ചിട്ട് ഒരു ആക്ഷനും എടുക്കാതെ നിൽക്കാൻ ധൈര്യം ഉണ്ടാവില്ലായിരുന്നു. എന്തെങ്കിലും ആക്ഷൻ, നെയിം സേക്കെങ്കിലും ഇത് തടയാൻ വേണ്ടി ഇത് ചെയ്തു എന്ന് പറയുമായിരുന്നു. എത്രയോ തവണ WCC ഇതിനു വേണ്ടി സമീപിച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് പറഞ്ഞ ആ ബുദ്ധിമുട്ടി കൊടുത്ത മൊഴികളുണ്ടല്ലോ, അത് വെറുതെ ആവരുത് എന്നുണ്ടായിരുന്നു. ജസ്റ്റിസ് ഹേമ പറഞ്ഞു എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ച് ഈ പ്രഷർ മുഴുവൻ ഉപയോഗിച്ച് ഇത് പുറത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്തിനായിരുന്നു പിന്നെ ഇത് ചെയ്തത്? നേരത്തെ ആരോ പറഞ്ഞ പോലെ ഒരു തീസിസ് ആയിരുന്നു ഇതെന്തോ ഡെസർട്ടേഷനാണോ? ഇതിനെപ്പറ്റി ഇങ്ങനെ ഒരു പഠനം നടത്തിയിട്ട് അത് കബേർഡിൽ വെച്ച് പൂട്ടാനുള്ളതായിരുന്നോ? ഇതിനകത്ത് അത് എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കാൻ വേണ്ടി, ചെയ്യാൻ വേണ്ടി അധികാരത്തിലിരിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ നടപടി എടുക്കണമായിരുന്നു. പിന്നെ എത്രയോ തവണ ഇത് കേട്ടിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഭാര്യയും കുടുംബവും മറ്റവരും ഉള്ള ആണുങ്ങളെ ഒന്നും പറ്റി പരാതി പറയാൻ നടക്കുകയല്ല. അവിടെ വന്ന പെൺകുട്ടികളൊക്കെ അവരുടെ ഏറ്റവും പാഷനറ്റ് ആയിട്ടുള്ള അവരുടെ കരിയർ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി വന്ന സ്ത്രീകളാണ്. അവിടെ സെക്ഷൽ ഫേവർ ചെയ്യാൻ നിർബന്ധിച്ചു എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റാണ് ഇപ്പോൾ തൊട്ടു മുമ്പേ ഈ പാനലിസ്റ്റുകളുടെ കൂട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. എത്ര സാക്ഷ്യങ്ങൾ വേണം? എന്താണ് ഇവിടെ ഇരിക്കുന്ന ഒറ്റ കമ്മിറ്റിയിലുള്ള ഒറ്റ ട്രേഡ് യൂണിയൻ നേതാക്കൾ വന്നിട്ട് ഇതിനെപ്പറ്റി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാത്തത് എന്താണ്? എന്ത് ലൗഡാണ് അവർക്ക് അവരെത്ര ഗിൽറ്റി ആണെന്നുള്ളത് അവരെ സൈലൻസ് തന്നെ പ്രൂവ് ചെയ്യുന്നുണ്ടല്ലോ. ഇത്രയൊക്കെ വലിയ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുകയാണ്. സിനിമയെ സംബന്ധിക്കുന്ന കാര്യമല്ലേ? ഒരു നെയിം സേക്ക് കമൻ്റെങ്കിലും ഇവരുടെ ആരെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായോ? ഞാനിതിൽ പെട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട് ഇവിടെ? എന്തെങ്കിലും പ്രസ്താവന ഇറക്കിയോ? ഇത് നിർബന്ധമായിട്ടും ഇത് നടപ്പാക്കണമെന്നോ അല്ല നടപ്പാക്കണ്ടെന്നോ എന്തെങ്കിലും പ്രസ്താവന ഇറക്കിയോ? എത്ര നിസ്സാരമായിട്ടാണ് ഇതിലുള്ള ആർട്ടിസ്റ്റുകളെ ഈ ക്യാമറയും കൊണ്ട് പോകുമ്പോൾ സമീപിക്കുമ്പോൾ ഇവർ പറയുന്നത് എന്താ? എത്ര ഇറസ്പോൺസിബിളായിട്ടാണ് ഇവരൊക്കെ പെരുമാറുന്നത്. ഇത് അവിടെ പോയി പറഞ്ഞിട്ടുള്ളത് എത്ര പേര് സിനിമയിൽ എത്ര നായികമാരായിട്ടുള്ളവരും ആക്ടേഴ്സായിട്ടുള്ളവരും സൂയിസൈഡ് ചെയ്തതിൻ്റെ കണക്ക് വേണം. അത് മാത്രമോ? സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ അറിഞ്ഞിട്ടും എത്ര പോലീസ് കേസ് നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പുറമെ വീണ്ടും ഇതിൻ്റെ ഒക്കെ പുറത്ത് ഈ സർവേ റിപ്പോർട്ടുകൾ മുഴുവൻ ഉണ്ടായിരിക്കെ ഇതിൻ്റെ പുറത്ത് കയറി നിന്നിട്ട് ഈ സ്ത്രീകൾ മുഴുവൻ പറയുന്നത് ഫേക്ക് അലിഗേഷനാണ് എന്ന് പറയാൻ ധൈര്യം ഉണ്ടാവുന്നത് ഇതൊരു പാട്രിയാക്കലായിട്ടുള്ള സൊസൈറ്റി ആയതുകൊണ്ടാണ്. ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങളുടെ ലോകം ഒരു പരിചയമില്ലെങ്കിലും ഒരു മെയിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേറൊരു മെയിൽ വന്ന് നിൽക്കുന്ന ഒരു മെൻസ് ക്ലബ് ആയതുകൊണ്ടാണ്. ഇവിടെ ഇപ്പോഴും സ്ത്രീകൾക്ക് പറയാൻ ഭയമാണ്. അവർ കടന്നുപോയ ഇത്രയും തിക്താനുഭവങ്ങളിൽ കൂടെ, അതും ഇനി അവർക്കൊരു ഫേവറും വേണ്ട, അവർക്ക് സിനിമയിൽ അവർക്കൊരു വേഷവും വേണ്ട, എന്നിട്ട് പോലും ആ ഇൻറ്റിമിഡേഷൻ ഉണ്ടല്ലോ അത് അവരെ മേലിൽ നിന്നും വിട്ടുപോകുന്നില്ല. അത് തിരിച്ചറിയണമെങ്കിൽ സ്ത്രീകളെ മനുഷ്യരായിട്ട് കാണാൻ പഠിച്ചാൽ മതി. അത് തിരിച്ചറിയണമെങ്കിൽ ഈ സിനിമ ഉണ്ടല്ലോ, ഈ സിനിമ എന്ന് പറഞ്ഞത് നിയമങ്ങൾക്ക് അതീതമല്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ പണ്ട് നാടുവാഴികൾ ചെയ്തതുപോലെ ഇങ്ങനെ വിളിച്ചാൽ വന്നിട്ട് അവർക്ക് കിടന്നു കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞത് ഇവിടുന്ന് തുടച്ചു മാറ്റുക തന്നെ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണിത്. ഈ സിസ്റ്റത്തിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല. പൊളിറ്റിക്സിന് വ്യത്യാസമില്ല, സിനിമയിലെ സംഘടനകൾക്ക് വ്യത്യാസമില്ല. എല്ലാവരും വിചാരിക്കുന്നത് അവർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ഇതിങ്ങനെ എൻജോയ് ചെയ്ത് പോവാം എന്നാണ്. യു കാൺ ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻറ്റഡ് എനിമോർ. നിങ്ങൾ ആൻസറബിൾ ആണ്. ഈ പറഞ്ഞ റിപ്പോർട്ട് ഉണ്ടല്ലോ, നിങ്ങൾക്ക് മായ്ച്ചു കളയാനൊന്നും പറ്റില്ല. അത് അവിടെ വന്നിട്ട് പറഞ്ഞ സ്ത്രീകൾ ഇനിയും പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് മൊഴി തരാൻ വേണ്ടി കയറ്റി ഇറക്കി നടത്താം എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട. ഇത് തന്നെയാണ് റിപ്പോർട്ട്. അത് പറഞ്ഞിട്ടുള്ളത് ഒരു ജസ്റ്റിസിൻ്റെ, റിട്ടയർഡ് ആണെങ്കിലും അവരുടെ മുമ്പിലാണ്. അത് ചരിത്ര രേഖയാണ്. അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുകയില്ല. തീർച്ചയായും വളരെ വ്യക്തമാണ്. ശ്രീ ജേക്സി തോമസ്, ഇപ്പോൾ സർക്കാരിന് മുമ്പിൽ 2019 ഡിസംബർ മുതൽ ഈ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിൽ ഈ ഒഫൻസുകളൊക്കെ ഉണ്ടായിട്ട് സർക്കാർ എന്ത് ചെയ്തു എന്ന ഗൗരവതരമായ പ്രശ്നമുണ്ട്. പോട്ടെ, ഒഫൻസുകളുടെ കാര്യം വിടാം. ഇപ്പോൾ വളരെ ഗുരുതരമായ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ടല്ലോ. കഴിഞ്ഞ 4-4.5 കൊല്ലം അതിൻ്റെ നിവൃത്തിക്കായി സർക്കാർ എന്ത് ചെയ്തു എന്ന ചോദ്യം സർക്കാർ ഉത്തരം പറയേണ്ട വിഷയമാണ്. ഇനി ഒരു കോൺക്ലേവ് നടത്തി ഇനി ഞങ്ങൾ ആലോചിക്കാമെന്നുള്ളതല്ല. 2019 മുതൽ സർക്കാരിന് അറിയുമായിരുന്ന, ബോധ്യമുണ്ടായിരുന്ന കാര്യങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നും ചെയ്തിട്ടില്ല. നാളെ വളരെ ഗുരുതരമായ ക്രൈമാണ് എന്ന് പറഞ്ഞ് നാളെ സർക്കാരിനോട് കോടതി കേസെടുക്കാൻ ഉത്തരവിട്ടാൽ
എന്തുകൊണ്ട് ഇത്ര കാലം കേസെടുക്കാതെ ഇത് പരണത്ത് വെച്ചു എന്നതിനും കൂടി ഉത്തരം പറയേണ്ടി വരും. തീർച്ചയായിട്ടും അങ്ങയുടെ സന്ദേഹങ്ങൾ 2-3 ദിവസമായി നമ്മുടെ നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആവർത്തിച്ച് പല പരിമിതികളോടുകൂടി മറുപടി പറയാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. ആ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് എന്റെ പരിമിതികളോടുകൂടെ ഞാൻ ആ ചോദ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. പക്ഷെ തൊട്ടു മുമ്പ് 1 മിനിറ്റ് കൊണ്ട് ആദരണീയരായ നമ്മുടെ സഹപാനലിസ്റ്റ് രാഹുൽ ഈശ്വർ, അതേപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി, രണ്ടുപേരുടെയും ദീർഘപ്രഭാഷണങ്ങൾക്ക് ചുരുങ്ങിയ വാചകങ്ങൾ കൊണ്ടൊരു പ്രതികരണം നടത്തേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ ചില ആളുകളുടെ പേരുകൾ വായിച്ചപ്പോൾ, അതായത് വിക്ടിമൈസ്ഡോ അല്ലെങ്കിൽ സർവൈവറോ ആയിട്ടുള്ള നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ നൽകിയ പരാതിയെ തുടർന്ന് ആർജവത്തോടുകൂടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, അങ്ങനെ തന്നെ പറയണം, അതിന്റെ കീഴിലുള്ള പോലീസ് അറസ്റ്റ് ഉൾപ്പെടെയും അതേപോലെ കേസ് ചുമത്തുക ഉൾപ്പെടെയുള്ള നടപടികൾ മുഖം നോക്കാതെ സ്വീകരിച്ചപ്പോൾ പ്രതികളുടെ അല്ലെങ്കിൽ ആദരണീയനായ രാഹുൽ ഈശ്വറിന്റെ വാക്കുകൾ കടമെടുത്താൽ കുറ്റാരോപിതരുടെ പക്ഷത്തുകൊണ്ട് അവർക്ക് കുഞ്ഞുങ്ങളില്ലേ, അവർ പാല് കുടിക്കേണ്ടേ, അവരുടെ മക്കൾ സ്കൂളിൽ പഠിക്കേണ്ടേ, അവർ ഫീസ് കൊടുക്കേണ്ടേ എന്നൊക്കെ പറയുകയാണ്. അതായത് ലളിതമായ ഭാഷയിൽ ആങ്കറും പ്രേക്ഷകരും മനസ്സിലാക്കേണ്ടത്, പോക്സോ കേസിലെ പ്രതിയാണ് സിനിമാ താരം കൂടിയായിട്ടുള്ള ശ്രീജിത്ത് രവി. പോക്സോ കേസിലെ പ്രതിക്ക് പാല് കുടിക്കാനും അയാളുടെ മക്കൾ സ്കൂളിൽ പോകാനും അവർക്ക് ഫീസ് കൊടുക്കാനുള്ള അവകാശത്തിന് വേണ്ടി രാഹുൽ ഈശ്വർ വാദിക്കുകയാണ്. ആ പോക്സോ കേസിൽ ഇരയാകേണ്ട വന്ന കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് രാഹുൽ ഈശ്വറിന് പൊള്ളലില്ല അല്ലെ? നമ്മുടെ നാട്ടിലെ സിനിമാ നടി പരാതി കൊടുത്ത് വെർബൽ ഡയറിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തിയ അന്തസ്ത് കെട്ട ഒരുവനാണ് സൂരജ് പാലാക്കാരൻ. ഇതേപോലെ ഒരു സിനിമാ താരത്തിന്റെ പരാതിയെ കൊടുത്ത് പ്രതിയാകേണ്ട വന്നാണ് സൂരജ് പാലാക്കാരന് പാല് കുടിക്കാനും വെള്ളം കൊടുക്കാനും അയാളുടെ മക്കൾക്ക് സ്കൂളിൽ പോകാനും ഫീസ് കൊടുക്കാനുള്ള അവകാശത്തെ കുറിച്ച് രാഹുൽ ഈശ്വറിന് സന്ദേഹമുണ്ട്. പക്ഷെ അവന്റെയൊക്കെ വെർബൽ ഡയറിയയ്ക്ക് വിധേയമാക്കപ്പെട്ട് സമൂഹ മാധ്യമത്തിൽ തകർന്ന് തരിപ്പണമാകേണ്ട വന്ന ഒരു സ്ത്രീയുടെ, ഒരു സിനിമാ നടിയുടെ പരാതിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സന്ദേഹമില്ല. നമ്മുടെ നാട്ടിൽ മറ്റൊരു സ്ത്രീ പരാതി കൊടുത്തപ്പോൾ പ്രതിയായ ആളാണ് ശാന്തിവിള ദിനേശ് അല്ലെ? ശാന്തിവിള ദിനേശ് പാല് കുടിക്കാനും വെള്ളം കുടിക്കാനുള്ള അവകാശത്തെ കുറിച്ചൊക്കെ രാഹുൽ ഈശ്വറിന് സന്ദേഹമുണ്ട്. പക്ഷെ അയാളുടെ വെർബൽ ഡയറിയക്കും അയാളുടെ വൃത്തികേടുകൾക്കും അവാസ്തവമായ പ്രചരണങ്ങൾക്കും ഇരയാകേണ്ട വന്ന ഒരു സ്ത്രീയുടെ പരാതികൾക്ക്, അവരുടെ സന്ദേഹങ്ങൾക്ക് രാഹുൽ ഈശ്വറിന്റെ മുമ്പിൽ വിലയില്ല അല്ലെ? ഇതൊക്കെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ മുമ്പിൽ, അതായത് തലയിൽ ആൾതാമസമുള്ള മനുഷ്യരുടെ മുമ്പിൽ വില പോകുന്ന വാദങ്ങളല്ല എന്ന് മിനിമം ബുദ്ധി അങ്ങ് മനസ്സിലാക്കണം. പിന്നെ കോൺഗ്രസ് പ്രതിനിധി, അങ്ങയുടെ വാചകവും അങ്ങയുടെ വാചക കർത്തൃത്വം ഒക്കെ ഗംഭീരമായി. അതായത് കോഴിയുടെ സംരക്ഷണത്തെ കുറിച്ച് കുറുക്കൻ ഗവേഷണ പ്രബന്ധം അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടം നിർബന്ധമായും എറണാകുളത്താണെന്ന് അങ്ങയുടെ സ്ഥലം. എറണാകുളത്തെ കോൺഗ്രസുകാർക്ക് യാഥാർത്ഥ്യമായി സ്വപ്നം കാണാൻ കഴിയുന്നതാണ്. കാരണം എന്താണ്? അങ്ങ് ആങ്കർ ഓർമ്മിക്കുന്നില്ലേ? ഈ ഹേമ കമ്മിറ്റി രൂപീകരിക്കപ്പെടാൻ കാരണം എന്താണ്? WCC രൂപീകരിക്കപ്പെടാൻ കാരണം എന്താണ്? ഐ ആം നോട്ട് എ വിക്ടിം, ഐ ഡു ഹാവ് എ നെയിം എന്ന് ബർക്കാദത്തിനോട് ഇന്റർവ്യൂ നടത്തി വിളിച്ചു പറഞ്ഞ മലയാളത്തിന്റെ അഭിമാനമായ ചലച്ചിത്ര താരം നമുക്കുണ്ട് അല്ലെ? IFFKയുടെ വേദിയിലേക്ക് കഴിഞ്ഞ തവണ അവർ അഭിമാനത്തോടെ കയറി വന്നു. രാഷ്ട്രീയ സാമുദായിക വ്യത്യാസങ്ങൾക്ക് അതീതമായി കയ്യടികളോടുകൂടെ കൂപ്പുകൈകളോടുകൂടെ നമ്മളെല്ലാവരും അവരെ സ്വീകരിച്ചു അല്ലെ? ആ കേസിൽ അവരെ വിക്ടിമൈസ് ചെയ്ത, അവരെ സർവൈവർ ആക്കിയ പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ സ്വീകരണം കൊടുത്ത ആരാ? ഇദ്ദേഹം ഉൾക്കൊള്ളുന്ന എറണാകുളത്തെ കോൺഗ്രസ് അല്ലേ? അയാളുടെ കൂടെ സെൽഫി എടുത്തതാരാ? ഇദ്ദേഹത്തിന്റെ നേതാവ്, പ്രതിപക്ഷ നേതാവും അതേപോലെ തന്നെ ഇപ്പോഴത്തെ MP ഉൾക്കൊള്ളുന്ന സംഘമല്ലേ? അതായത് വിക്ടിമൈസ് ചെയ്യപ്പെട്ട മലയാള സിനിമാ ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ ചതിച്ച് നരാധമനായി ചിത്രീകരിക്കപ്പെട്ട ഒരു മനുഷ്യൻ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന് ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരണം കൊടുത്ത്, പൂച്ചണ്ട് കൊടുത്ത്, അയാൾക്ക് സ്വീകരണം കൊടുത്ത്, നാരങ്ങാവെള്ളം കൊടുത്തിട്ട് ഇവിടെ വന്നിരുന്ന് പറയുകയാണ്, ഞങ്ങൾ ഇരകൾക്ക് വേണ്ടി നിൽക്കും, ഞങ്ങൾ എല്ലാവരും ഇരകൾക്കൊപ്പമാണ് എന്ന് അല്ലെ? അതെ, ഓർമ്മകൾക്ക് ഗ്രഹണം ബാധിച്ചിട്ടില്ല സാധാരണക്കാർക്ക്. ശരി, ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്നാണ് ജേക്സി തോമസ്. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ രാജു പി നായർ, താങ്കളുടെ അവസരം. സമയ ചുരുക്കം മൂലമാണ്. ഞാൻ ഹനതൊന്ന് പറയാം. ഒന്ന്, ശ്രീ ജെയ്സി തോമസ് ഈ ഒരു ചർച്ചയിൽ ഉന്നയിക്കുന്ന ദുഷിച്ച രാഷ്ട്രീയത്തിന് മറുപടി പറയാൻ കഴിയില്ല. കാരണം ഇത്രമാത്രം സ്ത്രീകളെ അവരുടെ അവകാശങ്ങളും നിഷേധിച്ച് അവർക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയതിനെ സംബന്ധിച്ച് നടപടിയെടുക്കാത്തതിന് ഭരണകൂടത്തെ ചോദ്യം ചെയ്ത ഒരു ഡിബേറ്റാണ്. അവിടെ എനിക്ക് ഒരു കോൺഗ്രസ് നേതാവ് ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരാളെ സ്വീകരിച്ചറിയില്ല. എനിക്കറിയാവുന്നത് ആ അതിജീവിത പറഞ്ഞ PT തോമസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ അതിജീവിതയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് ഓർമ്മയുള്ളത്. ആ PT തോമസിന്റെ പോരാട്ടമാണ് ഇന്ന് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വേദിയിലേക്ക് എത്തിച്ചതും എന്നുള്ള കാര്യം മറക്കരുത്. പിന്നെ അഭിലാഷ്, ഇവിടെ പറയുന്നത് വണ്ടിച്ചെക്ക് കൊടുത്ത കേസും അല്ലെങ്കിൽ അവസരങ്ങൾ നിഷേധിച്ചതും തമ്മിലല്ല. അനുമതിയില്ലാതെ അല്ലെങ്കിൽ ബലാത്സംഗത്തിന്റെ ചുവയോടുകൂടി നടന്നിട്ടുള്ള ക്രിമിനൽ കുറ്റങ്ങളെ കുറിച്ചാണ്. അതൊന്നും ഈ കാർപ്പറ്റിന്റെ അടിയിലേക്ക് തള്ളി മാറ്റിയിട്ട് ഫ്യൂച്ചറിസ്റ്റിക് ഡിബേറ്റ് സാധ്യമല്ല. നശിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ ജീവിതത്തെ കുറിച്ചാണ് ദീദി ഇവിടെ നിന്ന് സംസാരിച്ചു. ഒരക്ഷരം കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല, അത്രമാത്രം പവർഫുൾ വേർഡ്സ് ആണ്. അത് കേട്ടോണ്ടിരുന്നിട്ട് ഇതൊക്കെ പിന്നെ അപ്പുറത്തേക്ക് തള്ളി നമുക്ക് മുന്നോട്ട് പോകാന്ന് പറയുന്നത് ആരെ സംരക്ഷിക്കാനാ? അഭിലാഷ്, മഹാനടന്മാരുണ്ട്, മെഗാസ്റ്റാറുകളുണ്ട്, വായ തുറന്നിട്ടുണ്ട്. 4 ദിവസമായില്ലേ ഹേമ കുറ്റിപ്പുറത്ത്? മമ്മൂട്ടി, മോഹൻലാലും സുരേഷ് ഗോപിയും ഉൾപ്പെടെയുള്ള മെഗാ നടന്മാർ എന്തുകൊണ്ട് വാ തുറക്കുന്നില്ല? ആരെ സംരക്ഷിക്കാനാണ്? ഈ സർക്കാർ ആരെ സംരക്ഷിക്കാനാണ് വാ തുറക്കാതെ നിൽക്കുന്നത്?
ഈ സർക്കാരിന്റെ മന്ത്രിമാരെ അല്ലെങ്കിൽ MLA-മാരെ സംരക്ഷിക്കേണ്ടതുണ്ടോ? ഇവിടെ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഇനി പരാതി കൊടുത്ത് അവർ ഈ കമ്മിറ്റിയുടെ മുമ്പിൽ ചെന്ന് ഡിപ്പോസ് ചെയ്തു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പരാതി. അപ്പോൾ ഇനി ബാക്കി എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് ഹൈക്കോടതിയുടെ കൂടെ നിലപാടിന് ശേഷം നമുക്ക് വ്യക്തമാക്കാൻ. എനിക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. കുറച്ചധികം നമുക്ക് കുറെ കാര്യങ്ങൾ പറയാൻ ഉണ്ടായിരുന്നത് കൊണ്ട് വളരെ നന്ദി. എന്റെ എല്ലാ പാനലിസ്റ്റുകൾക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.